വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലാണ്, നമുക്കറിയാം. ലോകം സാമ്പത്തികമായും വലിയ വെല്ലുവിളിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ, മൂന്ന് തലമുറകളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അവസരം ലോകം മുഴുവനും ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു ആവാൻ സാധിച്ചു എന്നുള്ളത് അപ്പൊ നമുക്കിത് ഇങ്ങനൊരു സംവിധാനം ഒരുക്കി തന്ന നമ്മുടെ കമ്പനി, ആ കമ്പനിയുടെ മാനേജ്മെന്റിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടുകൂടെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ അവസരത്തിലേക്ക് വരികയും ഇതിനെ ബാലപാഠം പോലും അറിയില്ല, അങ്ങനെ ഇത് ഏറ്റെടുത്തപ്പോൾ ഇതിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തരാൻ ഇതുപോലെ സെഷനുകളൊക്കെ നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ ലീഡേഴ്സ്, എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു വിഷയത്തിലും ഒരു കുറവും പാടില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ ഓരോ സെഷനുകളും നമുക്ക് ഒരുക്കി തരുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കലും അതിലെ കാര്യങ്ങൾ മനസ്സിലാവലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിർബന്ധിതമായ ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ് നമ്മൾ പങ്കെടുക്കേണ്ടത്. എനിക്ക് മനസ്സിലാവണം എന്ന ചിന്തയിൽ. അപ്പൊ ഇതുപോലത്തെ മോർണിംഗ് സെഷനുകളൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്തണം. അതുപോലെ തന്നെ RTPകൾ, മറ്റു GTS പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി അതിലൂടെയൊക്കെ നമുക്ക് ഒരുപക്ഷെ കേട്ടതായിരിക്കും മുന്നിൽ കേൾക്കുന്നത്, എങ്കിലും നമുക്ക് അതിലൂടെ സ്പാർക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിൽ നമുക്ക് വിലപ്പെട്ട അറിവുകൾ നൽകി വീണ്ടും വലിയൊരു ഗ്രോത്തിലേക്ക് നമുക്ക് എത്താനുള്ള വ്യത്യസ്ത സ്റ്റെപ്പുകൾ നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് SBGയിൽ തന്നെ ഏറ്റവും പവർഫുൾ ലീഡറായി ട്രെയിൻസ് അക്കാദമി എന്നൊരു മഹത്തായിരിക്കുന്ന ഓർഗനൈസേഷനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ടീമിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ സംഘടിപ്പിക്കുന്ന ഒരു പവർഫുൾ ലീഡറാണ്. വരുന്ന 30-31 ദിവസങ്ങളിൽ വയനാട് ഒരു RTP സംഘടിപ്പിച്ച് അതിലൂടെ ടീമിന് വീണ്ടും കരുത്തും ആവേശവും അറിവും നൽകാൻ വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഓൾ ഇന്ത്യ ട്രെയിനറായിട്ടും കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടും വ്യത്യസ്ത ഭാഷകളിൽ തൻ്റെ അറിവുകളും കഴിവുകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്ത് സമൂഹത്തിലേക്ക് പറഞ്ഞയച്ച ഒരു പവർഫുൾ ലീഡറാണ്. ഇന്നെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇതാണ് തന്റെയും തന്റെ കുടുംബത്തിന്റെയും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഏറ്റവും അത്യാവശ്യം ഈ മഹത്തായ പ്രൊജക്റ്റാണ് തിരിച്ചു അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് MILFCL മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മഹത്തായ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ ഇന്ന് വളരെ പവർഫുൾ ആയി മുന്നോട്ട് കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വാചകർമ്മ എന്ന് പറയുന്ന പോലെ എല്ലാം നമ്മളിവിടെ സമർപ്പിച്ച് എല്ലാ മെയിൻറ്റും നമ്മൾ മാറ്റിവെച്ച് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാം ഉൾക്കൊണ്ട് എഴുതാൻ പറ്റും നമ്മൾ എഴുതിയെടുത്ത് അത് നമ്മൾ ഏറ്റെടുക്കുകയും നാളെ നമ്മുടെ ഫീൽഡിലേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായി മാറാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് ഇസ്മായിൽ സാർ നമുക്ക് വിളിക്കാം. ഐ ഇൻവൈറ്റ് മൈ മെന്റർ ഇസ്മായിൽ സാർ, പ്ലീസ്.
Okay, wonderful. Good morning, all of you. What a wonderful nice and short speech Mr. Ibrahim sir have done. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇബ്രാഹിം സാർ എന്ന് പറഞ്ഞത് മിഹ്റാബിലെ ലോകത്തിൽ നിന്ന് സമൂഹത്തിന്റെ നടുമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാണ്. അതായത് തന്റെ ആത്മീയമായിരിക്കുന്ന ലോകത്ത് സഞ്ചരിച്ച് സ്പിരിച്വൽ മേഖലയിലെ വെരി പവർഫുൾ ലീഡിങ് എന്താ പറയാ ഒരു ലീഡർ ആയിക്കൊണ്ട് വലിയൊരു ടീമിനെ നാട്ടിലും പരിസരങ്ങളിലും ഒക്കെ വാർത്തെടുത്ത് പോകുന്ന സമയത്ത് ഈ പ്രോജക്റ്റിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മീയത എന്ന് പറയുന്നതിന്റെ പ്രവിശാലമായ അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ പണ്ട് കാവ്യ പ്രമുഖന്മാർ പറഞ്ഞ പോലെ തന്നെ തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴ്ത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് കവി പറഞ്ഞ പോലെ താൻ രക്ഷപ്പെടുത്തേണ്ട 10,000 നടുറോട്ടിലും ചളിക്കുണ്ടിലും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും, ഞാൻ മാത്രം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് എത്തുക എന്ന രൂപത്തിലേക്ക് തന്റെ സമൂഹത്തെ നടുറോട്ടിൽ ഇട്ടേച്ചുകൊണ്ട് പോകുന്നവൻക്ക് തപോനിധിക്ക് എന്ത് ചാരിതാർത്ഥ്യം, അങ്ങനത്തെ തപോനിധികൾക്ക്, തപസ്വികൾക്ക്, ജ്ഞാനികൾക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ് ഈ ലോകത്തുള്ളത് എന്ന് തുഞ്ചത്തെ എഴുത്തച്ഛന്മാർ പാടിയ വരിയുടെ പ്രവിശാല അർത്ഥത്തിന്റെ ചില ഗുണഗണങ്ങൾ മനസ്സിലാക്കി ഇബ്രാഹിം സാർ രംഗപ്രവേശനം ചെയ്തു. ഇന്ന് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്ത് ടച്ചിങ് STC ലെവലിൽ നിൽക്കുന്നുണ്ട്. സോ വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ് once again and thank you Ibrahim sir for this wonderful kind of invitation and compliments, and I really proud of you that you like such powerful leaders sir. My genealogy എന്തായാലും സന്തോഷം. once again welcome all of this wonderful morning talk. എന്നും രാവിലെ നമുക്ക് അതിമഹത്തായ പവർഫുൾ ആയിരിക്കുന്ന ഒരു ടോക്ക് സമ്മാനിക്കുന്ന SBG പ്ലാറ്റ്ഫോമിനെ നന്ദിയോടെ സ്മരിക്കുന്നു. ആൻഡ് എസ്പെഷ്യലി എന്നെ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ മെൻറ്ററും സ്പോൺസറുമാകുന്ന വെരി പവർഫുൾ മിസ്റ്റർ ഷുഹൈബ് സാർ, ചെറുമുഖ്, ടച്ചിങ് NTC, ഗോയിങ് NTC. സോ ഇതുപോലുള്ള ഒരുപാട് ലീഡർമാർ. ആൻഡ് ഐ എസ്പെഷ്യലി താങ്ക്സ് ടു ഓൾ മൈ ബഡീസ്, മൈ സക്സസ് പാർട്ട്നേഴ്സ്, ആസ് ഐ കോൾ ദം ചിൽഡ്രൻസ് അക്കാഡമി ഗ്ലോബൽ എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ പവർഫുൾ ടീംസ്. അതൊക്കെ അപ്പുറത്തേക്ക് ഈ ബിസിനസ്സിൽ ഇടം വലം നിന്ന് എന്റെ വിജയത്തിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുകയും എന്നെ തിരുത്താനും മനസ്സിലാക്കി തരാനും എന്നെയും ടീമിനെയും ബിസിനസിനെയും സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് സ്ക്രീനിൽ കാണുന്ന എന്റെ ലവ് ലൈൻസ് ആകുന്ന എല്ലാ ലീഡേഴ്സും, വളരെ ഹാർട്ട് ടച്ചിങ് ആയി നിൽക്കുന്ന STC പ്ലസ് ലീഡേഴ്സ് പോലെയുള്ള സീനിയർ ലീഡേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. സോ നമുക്കറിയാം, പ്രഭാതം എന്ന് പറഞ്ഞാൽ തന്നെ ഹർ രാത്രിക്ക് ബാധേക്ക് സുബ ആയേക എന്ന് കാവ്യപ്രമുഖൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ കട്ടപിടിച്ച് കരാള രാത്രികൾക്കും അപ്പുറം പ്രതീക്ഷയുടെ കിരണമായി സുപ്രഭാതം വരാനുണ്ട്. അതായത് ഒരു രാത്രി പറയുന്നത് ആ രാത്രി മാഞ്ഞുപോയി, ആ ഇരുട്ടിന്റെ കരിമ്പടം മാഞ്ഞുപോയി, ഇനി ഇതാ പ്രതീക്ഷയുടെ പുൻകിരണവുമായിട്ട് സൂര്യഗോളം ജ്വലിച്ചു വന്നിട്ടുണ്ട്. മനുഷ്യ നീ ഉണരുക, ഇന്നലത്തേത് കഴിഞ്ഞു, ഇന്ന് പുതിയത് എന്ന് പ്രപഞ്ചം നമ്മോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇന്നലത്തെ കടം, മിഞ്ഞാനത്തെ കടം, കഴിഞ്ഞ കൊല്ലത്തെ കടം, 10 കൊല്ലം വന്നുള്ള സങ്കടവും ദേഷ്യവും അമർഷവും ഉള്ളിൽ വെച്ച് നമ്മളിപ്പോയി മുള്ളുകൊണ്ട് ഉണർന്നിട്ടില്ല. പ്രകൃതി ഉണർന്നിട്ടുണ്ട്. പ്രകൃതിയിൽ നോക്കിയാൽ പുതിയ പുൽനാമ്പുകൾ കാണാൻ പറ്റും, പുതിയ പ്രതീക്ഷകൾ കാണാൻ പറ്റും, പൂക്കൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ എവിടെ നോക്കിയാലും വളർച്ചയും ഉയർച്ചയും കാണാൻ പറ്റും. നമ്മളാണ്, മനുഷ്യരാശിയാണ് ഇപ്പോഴും ആ കാര്യത്തിന്റെ മേഖല സെറ്റ് ചെയ്യാനുള്ളത്. സോ എന്തായാലും ശരി, ഈ പ്രഭാതത്തിൽ നമ്മൾ എടുക്കേണ്ടത് എല്ലാ പ്രഭാതത്തിൽ എന്ന പോലെ തന്നെ ഒരു ശുഭ പ്രതീക്ഷയിൽ ജീവിതം ഞാൻ തുടങ്ങുന്നു. ദിസ് ഈസ് മൈ സെക്കൻഡ് ചാൻസ്. ദൈവം എനിക്ക് ഒരു കൂടി ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. ആ ചാൻസ് സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എന്നെ ഇന്ന് ഉണർത്തിയെങ്കിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. എന്നെ ഇന്ന് ഇത് കേൾപ്പിക്കുന്നെങ്കിൽ അതിനും ഒരു ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ഞാൻ കേൾക്കപ്പെടുന്ന ഓരോ വരികൾക്കുള്ളിലും തനിക്കുള്ള പ്ലാൻ ഉണ്ടായതുകൊണ്ടല്ല ദൈവമാണ് എന്നെ ഇരുത്തിയത്. എന്റെ അപ്ലൈൻ ലിങ്ക് അയച്ചതോ അതല്ലെങ്കിൽ എന്നെ ആരോ പിടിച്ചിരുത്തിയതോ ഒന്നല്ല. അപ്ലൈൻ അങ്ങനെ എത്ര ആൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്? എന്താ ഞാൻ മാത്രമേ മുന്നിലിരുന്നത്? അപ്ലൈൻ അല്ല ഇരുത്തിയത്, ലീഡർ അല്ല ഇരുത്തിയത്, നിങ്ങളെ ഇരുത്തിയത് ദൈവമാണ്. ആ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് കണ്ടെത്തുന്നവന്റെ ജീവിതത്തെയാണ് സാർത്ഥക ജീവിതം എന്ന്, മീനിങ് ഫുൾ ലൈഫ് എന്ന് വിശ്വസിക്കുന്നത്. സോ എന്തായാലും ശരി, ഇന്നത്തെ ക്ലാസ്സും എന്നത്തെ പോലെയും നല്ല ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ എന്താ പറയാ, എല്ലാ ലീഡർമാരെയും സ്നേഹത്തോടെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഐഫ്ലൈസിൽ ഓരോ ലീഡർമാരും ഇതുവരെ ചർച്ച ചെയ്ത വളരെ പവർഫുൾ ആയിരിക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നു. ഇന്നലെ വളരെ പവർഫുൾ ആയിട്ട് നമ്മുടെ അഭിമാനമായ ഗ്രേറ്റ് ഉവൈസ് സാർ ഫ്രം തെയ്യാല, ഞങ്ങൾ തെയ്യാലയിൽ നിന്ന് കുറച്ച് എണ്ണം പറഞ്ഞ ഡയമണ്ടുകൾ വരാനുള്ള കൂട്ടത്തിലുള്ളതാണ്. എന്തായാലും അദ്ദേഹം വളരെ വണ്ടർഫുൾ ആയിട്ട് ഒരു ബിഗിനർക്ക് എന്താണ് പ്രധാനമായി ഉള്ളത് എന്ന ഭാഗം പറഞ്ഞു. അതിനെ തൊട്ടു മുന്നേ നമ്മളുടെ ലേഡീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉഷ മേഡത്തെ പോലെയുള്ള, അതേപോലെ അസീന മേഡവും ജസീല മേഡവും ഷമീറ മേഡം അടങ്ങുന്ന വലിയ ടീം, ആയിഷ മേഡം അടങ്ങുന്ന വലിയ ടീം ലേഡീസിന്റെ പ്രാതിനിധ്യം എന്തെന്ന്, ഒരു ലേഡിക്ക് എന്തെല്ലാം ആകാൻ പറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു. ലീഡർഷിപ്പിന്റെ വിഷയത്തിലെ ചില കാര്യങ്ങളെ കുറിച്ച് അൽതാഫ് സാർ പറഞ്ഞു.
അതേപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ലീഡർഷിപ്പിനെ കണക്ട് ചെയ്തുകൊണ്ട് ജുനൈദ് സാർ പറഞ്ഞു. മൈൻഡ് സെറ്റ് വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ ഷുഹൈബ് സാർ വളരെ കൃത്യമായിട്ട് സ്പിരിച്വൽ എത്തറിക്കൽ ബോഡിയെ കുറിച്ചും അതേപോലെ തന്നെ മൈൻഡ് സെറ്റിനെ കുറിച്ചും മൈൻഡുകളെ കുറിച്ചും അതേപോലെ തന്നെ എന്താണ് ജീൻ എന്ന് പറയുന്ന ഇന്നത്തെ ജീനോളജിയിൽ മനുഷ്യ ജന്മത്തിന് എങ്ങനെയായിരുന്നു ജീൻ ജിയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നമ്മുടെ നിഷാന്ത് സാറെ പോലെയുള്ള ആളുകളും അതേപോലെ തന്നെ നമ്മളുടെ ലത്തീഫ് ഉസ്താദിനെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെയും കുറെ നമ്മുടെ ബിസിനസിന്റെ ആസ്പെക്ട്സിനെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും പറഞ്ഞ സത്യമാണ്. ബഹുരസം എന്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പകർത്തിയാൽ തീരുന്ന കേസ് ഇവിടെയുള്ളൂ. ഒറ്റ ക്ലാസ് പകർത്തിയാൽ തീരുന്ന കേസ് ഇവിടെയുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയുന്ന നമുക്കോ കേൾക്കുന്ന നമുക്കോ നമ്മൾ കേട്ടതിന്റെയോ പറഞ്ഞതിന്റെയോ 10% പോലും പാലിക്കാൻ നമുക്ക് പറ്റപ്പെടാതാകുമ്പോഴാണ് ഈ ബിസിനസ് സ്ട്രഗിൾ ചെയ്യപ്പെടുന്നത് എന്ന ഒരു വലിയ സത്യം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും ശരി, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ബിസിനസിന്റെ ഒരു ലീഡർഷിപ്പിന്റെ മേഖലയെ കുറിച്ചാണ്. വളരെ എന്താ പറയാ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോക്ക് നമുക്ക് നടത്തി വെക്കാം. ഞാൻ ഒരുപാട് സബ്ജക്റ്റുകൾ ഇങ്ങനെ ഖണ്ഡനം നടത്തി. ഈ സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റ് ആണോ ഈ സബ്ജക്റ്റ് ആണ്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ പിന്നെ മാറ്റിയിട്ട് എനിക്ക് മനസ്സിലായി ഇപ്പൊ സബ്ജക്റ്റുകൾ സംസാരിക്കണ്ട. കാരണം ഇതുവരെ വന്ന ടോക്കിന്റെ ഒരു ഫ്ലോയിൽ നിന്ന് ഒരു സബ്ജക്റ്റ് വരട്ടെ എന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ശശി കടവ് സാർ ഇവിടെ അടുത്ത കാലത്ത് പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. സീരിയസ്ലി പുസ്തക വായനയിൽ നിന്ന് മനസ്സിലാക്കിയ ചില സത്യങ്ങൾ നിങ്ങളോട് സമ്മതിക്കാമെന്ന് കരുതി. എന്തായാലും ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ നമ്മൾ ആദ്യം തിരിച്ചറിയുള്ളത് ഈ ബിസിനസ്സിൽ എന്താ പറയാ നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലീഡറെ കണ്ടെത്തൽ തന്നെയാണ്. കാര്യം ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയാനുള്ളത് മൈ ലൈഫ് സ്റ്റൈലിന്റെ ഐസ് പ്രീമിയം സർട്ടിഫിക്കറ്റ് നമ്മൾ കാണേണ്ടതില്ല. അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ മറ്റുള്ള സർട്ടിഫിക്കേഷൻസ് ഒന്നും നമ്മൾ കാണേണ്ടതില്ല. നമുക്ക് ആകെ കാണാനുള്ളത് ആരാണ് എന്റെ ലീഡർ, ആരാണ് എന്റെ മെന്റർ, ആരിൽ പിടികൊടുത്ത് ഞാൻ മുന്നേറിയാൽ എവിടെ എത്താൻ പറ്റും. ഇത് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തിയേ പറ്റും. മേ ബി ഇറ്റ് വിൽ ടേക്ക് ടൈം. ആദ്യത്തെ കാലങ്ങളിൽ നമുക്ക് മേ ബി എന്താ പറയാ 2 ദിവസം പിടിക്കും, 5 മാസം പിടിക്കും, 10 മാസം പിടിക്കും. എത്ര മാസം പിടിച്ചാലും കുറഞ്ഞ സമയത്തിനകത്ത് ആരിൽ സമർപ്പിച്ച് സബ്മിറ്റ് ചെയ്ത് ഞാൻ മുന്നേറിപ്പോയാൽ എനിക്ക് എത്താൻ പറ്റും. ഞാൻ ആരെയാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. അത് നമ്മൾ പഠിച്ചെടുക്കണം. അതൊരിക്കലും ഒരാൾ പറഞ്ഞു തന്ന് പഠിക്കേണ്ടതല്ല. അത് ആർക്ക് മനസ്സിലാകും? ഈ ബിസിനസ്സിൽ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ പർപ്പസ് ഐഡന്റിഫിക്കേഷൻ നടത്തണം. ഞാൻ എന്തിനാ വന്നത്, ഈ ഞാൻ വന്നത് എന്തിന്റെ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഇനി ആരെടുത്തുക പോകേണ്ടതെന്ന് കിട്ടുക. അതായത് ഞാൻ അങ്ങാടിയിലേക്ക് എനിക്ക് ഇറച്ചി വാങ്ങണം എന്ന ബോധ്യം വന്നാലേ ഞാൻ മാർക്കറ്റിലേക്കോ ഇറച്ചിക്കടയിലേക്കോ തിരിയും. അല്ലാതെ വാങ്ങാൻ വന്ന വസ്തു എനിക്ക് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജ്വല്ലറിന്റെ മുമ്പ് കിടന്ന് തിരിയും. വീട്ടുകാർ തന്നെ വിട്ടത് മീൻ വാങ്ങാനോ ഇറച്ചി വാങ്ങാനായിരിക്കും. അപ്പോൾ താൻ വാങ്ങാൻ വന്നത് എന്തെന്ന് അറിഞ്ഞില്ലെങ്കിൽ തനിക്കനുസരിച്ച് കടന്റെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ തന്റെ പർപ്പസ് തനിക്ക് അറിയില്ലെങ്കിൽ അതാണ് ഈ ബിസിനസ്സിലെ ഒന്നാമത്തെ ഡേഞ്ചർ. അതുകൊണ്ട് വൈ ഷുഡ് ഐ ഡു ദിസ് ബിസിനസ് എന്നതിന്റെ ഉത്തരം, ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? ഓരോ ലീഡർമാരും പറയുന്നുണ്ട് കടം തീർക്കാനും മക്കളെ കെട്ടിക്കാനും വീടുണ്ടാക്കാനും അത് ഇത് പലതുണ്ട്. എന്റെ പ്രൈം മോട്ടോ എന്താണ്? PMF എന്ന് പറയും. അതായത് നമ്മുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണ്? എന്റെ PMF ഞാൻ കണ്ടെത്തിയേ പറ്റൂ. അതിനുശേഷം അത് എനിക്ക് സമ്മതിച്ചു തരാൻ ഉതകുന്നവർ ആര്? ഷോപ്പ് ഏതാണ്? ആദ്യം വസ്തു ഏതാണ്, പിന്നെ ഷോപ്പ് ഏതാണ്? ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് പോവേണ്ടത്. എപ്പോഴും തിരിച്ചറിയാനുള്ളത് ഇത് ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ലീഡർമാർക്കും പറ്റുന്നത് ഓർക്ക് 1 ഒരു ലീഡർ, ഓർക്ക് 2 വേറെ മെന്റർ, പെർഫോമൻസ് ബോണസിന് ഒരു മെന്റർ, അതേപോലെ ലോയാലിറ്റിക്ക് ഒരു മെന്റർ, വെൽനെസ്സിന് ഒരു മെന്റർ, അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തമാശ പറയാൻ മറ്റൊരു മെന്റർ, കുറ്റം പറയൽ പറഞ്ഞു കൊടുക്കാൻ വേറെ മെന്റർ, പ്രശ്നം തീർക്കാൻ വേറെ മെന്റർ, അങ്ങനെ ലാസ്റ്റ് എല്ലാ ഡോക്ടറും മരുന്നും കുടിച്ച് കിഡ്നി പോകുന്ന ഏർപ്പാടാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. എല്ലാ ഡോക്ടർമാരും ടോപ്പ് തന്നെയാണ്. മെഡിക്കൽ കോളേജിൽ പോയാൽ 10, 200, 500 ഡോക്ടർമാരുണ്ടാകും. പക്ഷെ താൻ ഒരു ഡോക്ടറെ മരുന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും ആ ഡോക്ടറെ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് സാർ എന്നാൾ തന്ന മരുന്ന് ഇന്നതാണ്, അത് കഴിച്ചപ്പോൾ ഇന്നതാണ്, ഇനി അടുത്ത മരുന്ന് ഏതാണ്, ഇങ്ങനെ ചോദിക്കാൻ പറ്റണം. ഇതങ്ങനെയല്ല, ഈ ഡോക്ടർ മരുന്ന്, ആ ഡോക്ടർ മരുന്ന്, മറ്റേ ഡോക്ടർ മരുന്ന്. ഡോക്ടർമാരൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് ആയ ചാനലില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഐഡന്റിഫൈ യുവർ പർപ്പസ് അറ്റ് ഫസ്റ്റ് ടൈം. ആദ്യം നിങ്ങൾ കണ്ടെത്തിയ എന്തിനാ ഞാൻ ഇത് ചെയ്യുന്നെന്നുള്ളത് അത് 100% തന്നോട് ചോദിക്കുക. അതന്നെയാണോ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു GTS ആളിൽ വന്നുകൊണ്ട് കുറെ പൈസ ഉണ്ടാക്കണം, കുറെ അതുണ്ടാക്കണം, കുറെ ഇതുണ്ടാക്കണം, അതൊന്നുമല്ല. നമ്മൾ ശരിക്കും ഈ ബിസിനസ് ഇട്ടെറിഞ്ഞ് പോകാത്ത വിധം ഒരു പർപ്പസ്, ഒരു ഡ്രീം നമുക്കുണ്ടോ? ഈ ഡ്രീം നമുക്കില്ലെന്നുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഒരു കാര്യമില്ലാതെ തുടങ്ങിയാൽ വെറി സ്റ്റാർ ആകുമ്പോഴത്തേന് മടുക്കാൻ തുടങ്ങും, TC ആകുമ്പോഴത്തേന് തല്ല് തുടങ്ങും, ഫാസ്റ്റ് ട്രാക്കർ ആകുമ്പോഴത്തേന് കുത്തിതിരിപ്പ് തുടങ്ങും, TTC ഒക്കെ ആകുമ്പോഴത്തേന് മടുത്ത് എന്ന് പറയും. എന്താ കാരണം? നമ്മുടെ യഥാർത്ഥ ഡ്രീം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആ ഓളത്തിൽ ഇങ്ങനെ പോയതാണ്. ഓളം വിട്ട് ലക്ഷ്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതന്നെ ഏത് ലക്ഷ്യമായിരിക്കണം? ഒരു ബിഗ് ഡ്രീം ആയിരിക്കണം. ചെറിയ ഡ്രീം ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഈ ബിസിനസ്സിനകത്ത് വരുന്നത് എന്റെ മകൻക്ക് ഒരു കളിക്കോപ്പ് വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ. ഇങ്ങനെയാണെങ്കിലോ ആ കളിക്കോപ്പും വസ്ത്രം വാങ്ങിക്കുന്ന അയാൾ നിർത്തും.
നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുന്ന തലത്തിലേക്ക്. ഞാൻ കഴിഞ്ഞ GPS കഴിഞ്ഞ സമയത്ത് നമ്മുടെ സോമകുമാർ സാർ നമ്മുടെ പഴയകാല ഓർമ്മകളെ കുറിച്ച് പുതുക്കി എന്നെ നേരിട്ട് വിളിച്ചു. അപ്പൊ അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കാലിക്കറ്റ് പോയിട്ട് സംസാരിക്കാറുണ്ട്. അന്ന് ആകെ 2-3 ആൾക്കാരുണ്ട്. സോമകുമാർ സാറും പ്രസാദ് സാറും അതേപോലെ ബെല്ലി സാറെ പോലെയുള്ള കുറച്ച് ആളുകളൊക്കെ സീനിയർ ലീഡർമാരായിട്ട് അവിടെ കയറിയിട്ട് പലതും പറയുന്നു. നമ്മളിങ്ങനെ കൈകൊട്ടി പോരുന്നു. അങ്ങനെ ഉള്ള ഒരു GTSകളായിരുന്നു. ഇന്ന് ഏറ്റവും നമ്പർ 1 GTS ആയിട്ട് നമ്മുടെ SBGക്ക് നമ്മുടെ മലബാറിന്റെ മണ്ണിൽ, മലപ്പുറത്തിന്റെ മണ്ണിൽ നടത്താനായി എന്നുള്ളത് SBGയുടെയും നമ്മുടെ എല്ലാ ലീഡേഴ്സിന്റെയും ഒത്തൊരുമയും അഭിമാനമായിട്ട് നിൽക്കുന്നു. സോ ആക്ച്വലി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നകാലത്തുള്ള ഒരു DC സ്പീച്ചിലാണ് ഞാനും സോമകുമാർ സാറും ഒന്ന് പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ പല സ്ഥലത്ത് കാണുമ്പോൾ സൗഹൃദം പുതുക്കുന്നു. അതിൽ കഴിഞ്ഞ മലപ്പുറത്ത് വന്നപ്പോൾ ഹാളിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 18 ലക്ഷം രൂപ അദ്ദേഹത്തിന് മാസം അടവ് പോകുന്നുണ്ട്. അത്രേ 18 ലക്ഷം രൂപ മന്ത്ലി അടവ് പോകുന്നുണ്ട്. ഒരു മനുഷ്യർക്ക് അടവ് പോകുന്ന പൈസയുടെ ഏകദേശം എത്ര ശതമാനമാണ്, നമുക്ക് വരുന്ന വരുമാനത്തിന് എത്ര ശതമാനം അടവ് നമുക്ക് എല്ലാവർക്കും അടവടക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഒരിക്കലും മാസം 10,000 വാങ്ങുന്ന വ്യക്തി 1 ലക്ഷത്തിന്റെ അടവ് എടുക്കില്ല. ഒരു മാസം 10,000 വരുന്ന വ്യക്തി 2,000-ന്റെയോ 5,000-ന്റെയോ അടവ് എടുക്കുള്ളൂ. ബാക്കി അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ 18 ലക്ഷത്തിന്റെ അടവ് പോകുന്ന ഒരു വ്യക്തി ഏകദേശം എത്ര രൂപയുടെ വരുമാനം വാങ്ങുന്നുണ്ടാവും എന്ന് സങ്കല്പിച്ചോ. അപ്പോഴൊക്കെ 18 ലക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കിട്ടാൻ പ്രാർത്ഥിക്കുന്നോ. അത് അടവായി തീർക്കുന്ന ഇടത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന തലത്തിലേക്ക് മൈലേഷ്യയിൽ ഒരു 8ാം ക്ലാസ് ഉള്ള ഒരു ലോറി ഡ്രൈവറെ ഉയർത്തെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊജക്ടിന്റെ പാർട്ടാണോ ഞാൻ, അതിന് ഉതകും വിധം ഞാൻ ഇതിന് എത്ര കമ്മിറ്റഡ് ആണ് എന്ന് നമ്മൾ അളക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആദ്യത്തേത് നമ്മുടെ ലീഡർമാരെ കണ്ടെത്തുക എന്നതാണ്. ലീഡർമാരെന്ന് പറഞ്ഞാൽ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്കന്ദ പുരാണങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ, ഈ പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹൈന്ദവ പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മുടെ വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ. ഓൾമോസ്റ്റ് 4ഓളം വരുന്ന വേദങ്ങൾ നമുക്കറിയാം. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം. ഈ സാമവേദത്തിന് 4 വേദങ്ങളാണെങ്കിലും 5ാമത്തൊരു വേദമുണ്ടെങ്കിൽ അവകളെയാണ് സത്യം പറഞ്ഞാൽ പുരാണങ്ങൾ എന്ന രൂപത്തിൽ പറയുന്നത്. 18ഓളം വരുന്ന പുരാണങ്ങളും അതേപോലെ തന്നെ ഉപപുരാണങ്ങളും അതിന്റെ അപ്പുറത്തേക്ക് സ്ഥലപുരാണങ്ങളും കുലപുരാണങ്ങളും, അതായത് കുടുംബത്തിനനുസൃതമായിട്ടുള്ള കഥകൾ, സ്ഥലത്തിനനുസൃതമായിട്ടുള്ള കഥകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ പുരാണങ്ങളുടെയും ലോകത്ത് സ്കന്ദ പുരാണത്തിൽ പറയുന്ന നമ്മുടെ ഗുരുഗീതങ്ങളിൽ പറയുന്ന വാക്കുപോലെ തന്നെ നമ്മുടെ ലീഡർമാർ ഗുരുക്കന്മാരാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അതായത് ഗുരു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്, വിഷ്ണുദേവനാണ്, മഹാദേവനാകുന്ന സംഹാരത്തിന്റെ ദേവനാകുന്ന ശിവനാണ്. അതേപോലെ തന്നെ ഗുരു സാക്ഷാൽ പരബ്രഹ്മ, പരബ്രഹ്മം നമ്മുടെ ഗുരുദേവൻ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പരമമായിരിക്കുന്ന ദൈവമാണ് ഗുരു. ഒരു ഗുരുവിനെ ഞാൻ നമിക്കുന്നു, ആ ഗുരുവിനെ ഞാൻ ഞാൻ തേടി പോകുന്നു. ഇവിടെ ആശയം ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ തന്നെ പരബ്രഹ്മ എന്ന് പറയുമ്പോൾ പരം എന്ന് പറയുന്നിടത്താണ് നല്ലതെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ശ്ലോക ശാസ്ത്രങ്ങൾ പറയുന്നത്. കാരണം പരബ്രഹ്മ, പരം ബ്രഹ്മ, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് അപരമാകുന്നതും പരമാകുന്ന സമയത്ത് എല്ലാം എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തുന്ന വലിയൊരു ഭാഗമുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ ദൂരീകരിക്കുന്നവെന്നാണ്. ഗു ആൻഡ് രു, ഇരുട്ടിനെ ദൂരീകരിക്കുക. നമ്മുടെ മുമ്പിലെ ഇരുട്ട് എന്തായിരുന്നു? സാമ്പത്തികം. അതല്ലേ ഏറ്റവും വലിയ ഇരുട്ട്. ആരോഗ്യം വലിയൊരു ഇരുട്ടല്ലേ. ആ ഇരുട്ടിനെ ആരാ നീക്കിയത്? നമ്മുടെ ലീഡേഴ്സാണ്. അവരാരാണ്? ബ്രഹ്മാവിന് തുല്യമാണ്. ആരാണ് ബ്രഹ്മാവ്? സൃഷ്ടി മേഖലയിൽ സൃഷ്ടിപ്പ് നൽകുകയും ജന്മസിദ്ധ ഗുണത്തിന്റെ സ്വഭാവനങ്ങൾ ഈ ലോകത്ത് പ്രകീർത്തിക്കുകയും അല്ലെങ്കിൽ വിഭാവനയും ചെയ്തിരിക്കുന്ന ദിവ്യ ജ്യോതിസാണ് ആ ദൈവിക ശക്തി, ആ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനോട് സമാനമാണ് അത്രേ ഗുരു. മറ്റൊന്ന് വിഷ്ണുദേവനോട് സമാനമാണ്. എന്താ കാരണം? വിഷ്ണുദേവൻ ചെയ്യുന്നത് എന്താണ്? സമൂഹത്തിന്റെ പരിപാലനമാണ്. ആ പരിപാലനം സുസ്ഥിരമായിട്ട് ചെയ്യുന്നത് ഗുരുക്കന്മാരാണ്. സന്താനങ്ങളെ പഠിപ്പിച്ച്, മക്കളെ പഠിപ്പിച്ച്, നമ്മൾക്ക് ഓരോ ABCD സിസ്റ്റം പഠിപ്പിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ. അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നത് ഗുരുദേവോ മഹേശ്വര. ഈ മഹേശ്വരനായിരിക്കുന്ന മഹാദേവനാകുന്ന നമ്മുടെ ശിവദേവനെ കുറിച്ച് പറയുമ്പോൾ ശിവദേവൻ ചെയ്യുന്നത് എന്താണ്? ഒരു പക്ഷേ നിഷ്കാസനം എന്ന് പറയാൻ പറ്റും, അതല്ലെങ്കിൽ നിർമാർജനം എന്ന് പറയാൻ പറ്റും. ശരിക്കും ഇവിടെയുള്ള അധർമ്മങ്ങളെയും അശക്തികളെയും ഇരുട്ടിനെയും അതുപോലെയുള്ള പ്രതിസന്ധിയെ ദൂരീകരിക്കുന്ന പണിയാണ്. ആ പണിയും നമുക്ക് ചെയ്തു തരുന്നത് ഇവര് തന്നെയാണ്. കാര്യം ജീവനെ ഹനിക്കുന്നു എന്ന ഭാഗത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഇവിടെയുള്ള വേണ്ടാത്തതിനെ ദൂരീകരിക്കുന്നു, നെഗറ്റീവ് എനർജിയെ ദൂരീകരിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് ശിവദേവൻ കടന്നു വരിക.
അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മളെ ലീഡർമാര് നമുക്കുള്ള വിശാലമായ ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ ചൊല്ലുന്ന സമയത്ത് കൃത്യമായി ചൊല്ലുന്നതാണ്. കാരണം ഉപനിഷത്തിൽ തന്നെ പറയുന്ന വാക്ക് ഉപ ആൻഡ് നീ ആൻഡ് ഷത്. ഉപ എന്ന് പറഞ്ഞാൽ പരിസരമാണ്, നീ എന്ന് പറഞ്ഞാൽ താഴ്കാരങ്ങളാണ്, ഷത് തന്നെ ഇരിക്കുന്നതാണ്. അതായത് ഗുരുവിന്റെ സമക്ഷത്തിൽ ഇരുന്ന് കേട്ടാൽ തന്നെ അത് ഉപനിഷത്താവുള്ളൂ, നിന്ന് കേട്ടാൽ പറ്റില്ല. ഗുരുവിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ താഴ്ത്തുന്നാണ്. ഉപ എന്ന് പറഞ്ഞാൽ തന്നെ താഴ്ത്ത് ചാരത്ത് എന്നാണ്. അങ്ങനെ പഠിച്ചാൽ ഉപനിഷത്താവും. ലൈക്ക് ദാറ്റ് നമ്മൾ ഈ ബിസിനസ്സിനെ എങ്ങനെയാ പഠിക്കുന്നത്? തലി കയറിയിട്ടാണോ പഠിക്കുന്നത്, നിലത്തിരുന്നിട്ടാണോ പഠിക്കുന്നത്? വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ അർത്ഥത്തിൽ നമ്മളെ ഗുരുവിനെ കാണാൻ നമുക്കാകുന്നുണ്ടോ? ആ അർത്ഥത്തിൽ നോക്കിയാൽ എല്ലാവരും ഗുരുക്കന്മാരാണ്. ഒരിക്കലും അപ്ലൈൻസ് മാത്രം ഗുരുക്കന്മാരല്ല, ഡൗൺലൈൻസും ഗുരുക്കന്മാരാ. ചില ആൾക്കാർ വരുമ്പോൾ ആ സൈഡ് സമാധാനമായി, അത് ഗുരുവാണ്. കാര്യം എന്താ? നമ്മളെ മുമ്പിൽ ഇരുട്ടെന്തായിരുന്നു? ആരാണ് എന്റെ ഓർഗനൈസേഷൻ കൊണ്ടുപോകുക? ആരാണ് എന്റെ ടീമിനെ ഞാൻ ഡെവലപ്പ് ചെയ്യുക? അവിടെയാണ് ഒരാൾ പൊട്ടി മുളച്ചുകൊണ്ട് സാർ ഞാൻ എന്തോ ഇവിടെ ഡേയ്സ് എടുക്കുന്ന സാറിന് പ്രതിസന്ധിയില്ല എന്ന് ഒരാളെ രംഗപ്രവേശനം ചെയ്യുന്നതെങ്കിൽ ആ അനുയായിയാക്കുന്ന ഡൗൺലൈൻ ഈ ആൾസോ ഗുരു. അത് മാത്രമല്ല ഗുരു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിസ്മയങ്ങളെ കുറിച്ച് തേടി പോകുന്ന സമയത്ത് പരിസരത്തിലെ സർവ്വചരാചരങ്ങളും ഗുരുക്കന്മാരാണ്. ഈവൻ തോ നമ്മൾ റൂമിലേക്ക് കയറുന്ന സമയത്ത് റൂം ഇരുട്ടാണെങ്കിൽ ബൾബ് ഇട്ടാൽ ആ ഇരുട്ടിനെ മാറ്റിയിട്ട് അവിടെയുള്ള ആശങ്കാജനകമായിരിക്കുന്ന ആ ശ്യാമവർണ്ണത്തെ ദൂരീകരിച്ചുകൊണ്ട് പ്രഭാവലയത്തെ തീർക്കുന്നുവെങ്കിൽ ആ വിളക്കും ഗുരുവാണ്. ഈവൻ തോ നമ്മളിരിക്കുന്ന കസേരയും ഗുരുവാണ്. എങ്ങനെ ക്ലാസ് കേൾക്കും? ഒരുപാട് നിന്നുകൊണ്ട്. അവിടെയാണ് കസേര ജന്മങ്ങളുണ്ടെങ്കിൽ ആ കസേരക്കുള്ളിലും ഗുരുവുണ്ട്. കാരണം എന്താണ്? ഒരു മനുഷ്യനെ സഹായിക്കുന്നതെല്ലാം ഗുരുക്കന്മാരാണ്, എല്ലാം ദൈവീകമാണ്, എല്ലാത്തിനകത്തും ദൈവാംശമുണ്ടെന്ന സത്യത്തിലേക്ക് തിരിച്ചു വരിക. അപ്പൊ സീരിയസ്ലി ഞാൻ പറയുന്ന മാറ്റർ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഗുരുവിന്റെ സാന്നിധ്യത്തിലല്ലാതെ ശ്ലോകം ചെല്ലരുതെന്ന് പറയുന്നത്. കാരണം എന്താ? ബീജാക്ഷരങ്ങളുണ്ട്. ഈ ബീജാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയുന്ന ഒരു മാറ്റർ ഉണ്ട്. ഇപ്പോ ഛന്ദസ് തെറ്റിയാൽ, അതല്ലെങ്കിൽ ഗുരുവന്ദനം ഇല്ലാണ്ടായാൽ, അല്ലെങ്കിൽ ഗുരു സാന്നിധ്യം ഇല്ലാണ്ടായാൽ ചൊല്ലുന്ന അക്ഷരങ്ങളിലെ ബീജാക്ഷരങ്ങൾക്ക് ദിവ്യമായ പവർ ഉണ്ട്. അത് എല്ലാ ഹോർമോണും ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ എല്ലാ പവറും എല്ലാ ചക്രകളും ആക്ടിവേറ്റ് ആയാൽ മേ ബി അതില് നമ്മളുടെ എന്താ പറയാ എല്ലാ ചക്രങ്ങളും ഉണ്ടാവും. അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും എല്ലാ സ്വഭാവത്തിന്റെയും ചക്രങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഫീൽഡിലേക്ക് പോകുന്നുണ്ടാകും. പക്ഷെ അവിടെ ഗുരു ഉണ്ടെങ്കിൽ, ഗുരുവിന്റെ സാന്നിധ്യമോ ഗുരുവിന്റെ വന്ദനമോ സ്നേഹമോ പരിലാളനയോ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് അക്ഷരം ചൊല്ലിയാലോ, ഏത് ദിക്ർ ചൊല്ലിയാലോ, ഏത് വിറുത് ചൊല്ലിയാലോ മേലെ ഒരു ശൈഖ് ഉണ്ടെങ്കിൽ, മേലെ ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിന്റെ ആ കൃത്യമായ സാമീപ്യത്തിൽ ആ അക്ഷരത്തിനാൽ ജന്മം കൊള്ളുന്ന നെഗറ്റീവ് ആയിരിക്കുന്ന ഹോർമോണിനെ അതിനെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പൊ അതൊക്കെ ഗുരുക്കന്മാരുടെ മേഖല പറയുമ്പോൾ നെറ്റ്വർക്കിൽ ഏറ്റവും പ്രധാനമാണത്. സോ ആക്ച്വലി നമ്മളുടെ ലീഡർമാരെ നമുക്ക് ഗുരുക്കന്മാരായി കാണാൻ പറ്റും. ആ അർത്ഥത്തിൽ നമ്മൾ പോകുന്നുവെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് നെറ്റ്വർക്കിലെ പാളിച്ചാന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ 99% നെറ്റ്വർക്ക് ലീഡർമാർക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഞാൻ വന്നത് എന്റെ ലീഡറെ ഞാൻ ഉപയോഗിക്കേണ്ടത് ഇൻകം പ്ലാൻ പഠിക്കാനാണ്. പഠിച്ചു തീർന്നു, ഇൻകം പ്ലാൻ പഠിച്ചു. പിന്നെ PUCയുടെ സെന്റർ കിട്ടാൻ അതും കിട്ടി. GTS ആൾ എവിടെയൊന്നും മനസ്സിലായി. പിന്നെ ഞാൻ ഇടക്കിടക്ക് MC ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്ക് NDO നടത്തുന്നുണ്ടല്ലോ, ഞാൻ ഓക്കെ ഡബിളായി. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് പറയും, ഗുരു എന്താണെന്ന് പോയിട്ട് ബിസിനസ് എന്താണെന്ന് പോലും അറിയില്ല. കാര്യം ഇത് പീപ്പിൾ ബിൽഡിംഗ് ആണ്. പീപ്പിൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രവിശാലമായിരിക്കുന്ന ഒരു ബഹറാണ്, ഒരു കടലാണ് പീപ്പിൾ ബിൽഡിംഗ്. കാര്യം എന്താണ്? ഇപ്പൊ എനിക്കറിയാൻ പറ്റും, ഞാൻ ജുനൈദ് സാർ എപ്പോഴും എന്നെ പറയാറുണ്ട്, എന്റെ ഗുരുനാഥൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് PG ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പഠിപ്പിച്ച സബ്ജക്ട് സൈക്കോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പീപ്പിൾ ബിൽഡിംഗ്. അതായത് എന്താ പറയാ, MA സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ എടുത്ത സബ്ജക്ട് ഏതായിരുന്നു. അതിൽ കൃത്യമായിട്ട് മനുഷ്യരാശി ഏതെല്ലാം സ്വഭാവ ഗുണത്തിൽ പോകുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആശയം ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ഒത്തൊരുമയിൽ പോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് പോയില്ലെങ്കിൽ തകർന്ന് തരിപ്പണാവും. കാര്യം നമ്മളുടെ ശ്ലോകങ്ങളിൽ പറയുന്ന പോലെ തന്നെ യഥാ ഏകേന ഹസ്തേന താലികാന സമ്പ്രത്യതേ തദ്യോത പരിത്യകം കർമ്മം തോത്പതിയെ ഫലം എന്ന് പറയുന്ന വാക്കില് ആശയം ഒന്നേ ഉള്ളൂ. ഒരു കൈപ്പൊത്തി കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈയടിച്ച് ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ എല്ലാവരും സമ്മേളിതമാകാതെ യഥാ ഏകേന ഹസ്തേന, ഏകമായ ഹസ്തം കൊണ്ട് ഒരിക്കലും താലികാന സമ്പ്രത്യത, ഒരിക്കലും താലികൊട്ടുകളും കൊച്ചപ്പാടുകളും ഉണ്ടാക്കാൻ സംപ്രേഷണം ചെയ്യാൻ സാധ്യമല്ല എന്ന് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം നടക്കാൻ നിർബന്ധമായിട്ടും ആക്ഷന്, വിശ്വാസം, തീരുമാനം, ഡ്രീം, സിസ്റ്റം, ഇതിന്റെ വലിയൊരു മേളനമില്ലാതെ സാധ്യമല്ല എന്ന് എല്ലാ ഉപനിഷത്തുകളും ഗീതകളും പറയുന്നു. നമ്മുടെ കയ്യിൽ ഈ സമ്മേളിതമായിരുന്ന സിസ്റ്റം ഉണ്ടാവില്ലേ, ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ? എനിക്ക് 100% ഉറപ്പുണ്ട്. എന്റെ വിജയം എവിടെയെങ്കിലും പലരും ഉദ്ധരിക്കാറുണ്ടെങ്കിൽ
അതല്ലെങ്കിൽ ഇത്രയും യമാനി സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ വലിയ വലിയ പ്രോഗ്രാമുകൾ സുന്ദരമായിട്ട് എന്റെ ടീമിനെ നടത്തി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ ഒത്തൊരുമയിൽ ടീമിനെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു NTC ലീഡർ ഇത്രയും NTC ആകുമ്പോഴത്തേക്ക് ഇത്രയും ഒറ്റപ്പെട്ട വളരെ ബൃഹത്തായ പ്രോഗ്രാം നടത്താൻ എന്നെ സഹായിച്ചത് എന്റെ ടീമാണ്. റിലയൻസ് അക്കാഡമി ഗ്ലോബൽ അകമഴിഞ്ഞ് കട്ടക്ക് നിന്നപ്പോൾ സാറേ തുടങ്ങിക്കോ കൂടെയുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞതുകൊണ്ട് നടന്നത്. ആ ഒത്തൊരുമയിൽ നിന്നാണ് വിജയം. അവിടെ തന്നെ അവർക്ക് കൊടുക്കേണ്ടുന്ന നിലയും വിലയും നമ്മൾ കൊടുത്ത് അവർ വേറെ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് സിസ്റ്റമൈസ് ചെയ്തു. അങ്ങനെ സിസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ട റെപ്യൂട്ടേഷൻ അവർ ടീം കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഫ്രീ ആകാൻ ശ്രമിക്കണം. നമ്മളെ എന്ത് ചെയ്യരുത്? ലീഡർഷിപ്പിന്റെ വിഷയത്തില് ഇടപെടുന്ന സമയത്ത് എടിപ്പെടരുത്. അതാണ് എപ്പോഴും നോക്കാനുള്ളത്. ഏത് പ്രോബ്ലംസ് വരുന്ന സമയത്തും നമ്മൾ ഇടപെടുക എന്ന് പറഞ്ഞാൽ തന്നെ എടിപ്പെടുക എന്നാവരുത്. ബിസിനസ്സിനകത്ത് 100 കൂട്ടം പ്രശ്നങ്ങൾ വരും. പ്രശ്നം വന്നാലേ ബിസിനസ് ആക്കൂ. ആ പ്രശ്നം ആരൊക്കെ വരുന്നുവോ അവൻ ലീഡറുമാണ്. പ്രശ്നം വരാത്തവൻ ലീഡറുമല്ല. അതുകൊണ്ട് കൂടുതൽ പ്രശ്നം വന്നാൽ അയാൾ ലീഡറാണ്, ഡബിൾ പവർഫുൾ ലീഡറാണ്. കാര്യം വലിയ കേസ് എത്തുന്ന കോളേജിനെ മെഡിക്കൽ കോളേജ് എന്നാ പറയാ. ചെറിയ കേസ് എത്തിയ ഡിസ്പെൻസറിന്നോ അല്ലെങ്കിൽ ചെറിയ ഡോക്ടറെ വീടുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. കേസ് വലുതായാൽ മെഡിക്കൽ കോളേജിലെത്തും. അതുകൊണ്ട് അത് മെഡിക്കൽ കോളേജ് ആയത്. സോ വലിയ കേസ് മെഡിക്കൽ കോളേജിലെത്തും ഉറപ്പാണ്. ബട്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ ഓരോ ഡീലിങ്ങിലും മനസ്സിലാക്കേണ്ടത് പൂർവാധികം ശക്തിയോടെയാണോ ഞാൻ ഡീൽ ചെയ്തതിനു ശേഷം വരുന്നതെങ്കിൽ എന്റെ ഡീലിങ്ങിൽ പ്രശ്നമുണ്ട്. ആ ഡീലിങ്ങിനെ നമ്മൾ ഒന്നുകൂടെ പുനർവിചിന്തനം നടത്തി ഒന്ന് റീസെറ്റ് ചെയ്യണം. കാര്യം എന്താണ്? മനുഷ്യന്മാരെ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈഗോ ക്ലാഷിലായിരിക്കും. നമ്മളെ ലീഡർമാർക്ക് ഓരോ പ്രശ്നങ്ങൾ, അത് ലീഡർമാർ എന്നല്ല. ഇപ്പൊ ഞങ്ങൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് തന്ന മുൻകാല പിതാക്കന്മാർ എന്ന് പറഞ്ഞ പോലെ ആ ഫ്ലാറ്റിലെ മുതിർന്ന സീനിയർമാർ തന്നൊരു സാധനം, ഇവിടെ ഫ്ലാറ്റാണ്, വീടല്ല. അതുകൊണ്ട് 19ഓളം വരുന്ന ഫാമിലീസ് ഉണ്ടായിരിക്കും. കുത്തിത്തിരിപ്പുകൾ നന്നായിട്ടുണ്ടായിരിക്കും. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. അത് മുഖാമുഖം പെട്ടെന്ന് ചോദിക്കാൻ തീർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ? ആ ഫയലിന്റെ ബാക്കിൽ അടുത്ത ഫയല് വരും. ഓരോ സാധനം കിട്ടി അപ്പപ്പോ പരിഹരിച്ചോണം. ഇതേപോലെ നെറ്റ്വർക്കിലും കിട്ടിയത് അപ്പൊ തന്നെ പരിഹരിക്കാൻ പറ്റുക. ഇല്ലെങ്കിൽ ആ ദിനം ഇരുട്ടി വെളുത്താൽ ആ പ്രശ്നം അല്ലാത്ത മാതിരി പോകാൻ ശ്രമിക്കാം. അങ്ങനെ ആയുള്ള സുഖം എന്താണെന്നറിയോ? പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടും. മറ്റേത് നമ്മൾ 2020 കഴിഞ്ഞതിനെ 2025 ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നാളുണ്ടോ എന്ന് പോലും അറിയില്ല. അന്നത്തെ ആ നടത്തിയ പ്രശ്നത്തിന്റെ ആൾക്കാരും ഉണ്ടാവില്ല. അപ്പം പരിഹരിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ ഒന്ന്, നമ്മളെ ഇടപെടൽ കൃത്യമായിട്ടും സാരല്യമായിട്ടാകുക, സൗകുമാര്യതയിലാവുക, മുന്നേയുള്ള ധാര മുറിക്കാത്തതാവുക. നമ്മളെപ്പോഴും തിരിച്ചറിയുള്ള ഒരു സാധനം ഇതാണ്. എപ്പോഴും നമ്മുടെ ലീഡർഷിപ്പിന്റെ വിഷയത്തിൽ വരുന്ന ഒരു സാധനമാണ് നല്ലാം തിളങ്ങി നിൽക്കുന്ന, അതായത് നന്നായിട്ട് വിളക്കുള്ള ഭാഗത്തേക്ക് ഈയാമ്പാറ്റ വരുന്നു പറഞ്ഞ പോലെ തിളങ്ങി നിൽക്കുന്ന ലീഡറിലേക്ക് പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് പ്രശ്നമായിട്ട് വരാനായിരിക്കില്ല. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വരാനില്ലാത്തതുകൊണ്ടാവും. അങ്ങനെയാവാലോ. സ്വാഭാവികമായിട്ടും ഓരോരുത്തരും തൻ്റെക്കുള്ള ഒരു കർമ്മമായിട്ടാണ് വരിക. ചില ആൾക്കാർ വരിക നല്ലൊരു പോസിറ്റീവ് ആയിരിക്കുന്ന ഇൻഫർമേഷൻ ആയിട്ട് വരും. ചില ആൾക്കാർ നെഗറ്റീവ് ഇൻഫർമേഷൻ ആയി വരും. എന്താണ്? അയാളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതായിരിക്കും യഥാർത്ഥ ഉദ്ദേശം. എന്തായാലും ഒക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് ഡീൽ ചെയ്ത് പഠിക്കാനുള്ള ഒരു ചാൻസ് വേണം. എനിഹൗ നമ്മൾ നോക്കാനുള്ളത് ഏത് പ്രശ്നം സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക. കാരണം ബിസിനസിന്റെ ABCDയിൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എയും ബിയും സിയും ഡിയും ഇയും ഒരു ലീഡർഷിപ്പ് ആണെങ്കിൽ, അതായത് A കാറ്റഗറി ഓഫ് ദ ലീഡേഴ്സ്, B പ്ലാറ്റ്ഫോം ഓഫ് ദ ലീഡേഴ്സ് ആൻഡ് C സെഗ്മെന്റ് ഓഫ് ദ ലീഡേഴ്സ് ആൻഡ് D ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ലീഡേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും വ്യത്യസ്ത ലെയർ ഓഫ് ലീഡേഴ്സ് ആക്കിയാലും D എന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലെ ലീഡേഴ്സിന് ഒരു പ്രശ്നം വരിക. ആ പ്രശ്നം കുറ്റം കിടക്കുന്നത് C എന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. ആ പ്രശ്നം പറയാൻ പോകുന്നത് Bയിലേക്കാണ്. എന്നിട്ട് B ഇത് പരിഹരിക്കാൻ നിൽക്കുകയാണ്. ആ പരിഹരിക്കാൻ സമയത്ത് Cക്ക് തന്നെ അറിയില്ല അത് എന്താന്നുള്ളത്. അങ്ങനെ D പരിഹരിച്ചോ, Dക്ക് അത് കിട്ടിയോ ഇല്ലേ, പരിഹരിച്ചോ ഇല്ലേ എന്ന് നോക്കാനുള്ള ആളാരാണ്? C ആണ്. C സംഭവം അറിയില്ല. B എന്തൊക്കെയോ പരിഹരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് Dക്ക് 100% ഉറപ്പ് വേണം. ഞാൻ Bയിൽ നിന്ന് ഇത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ 100% B 100% തന്റെ കൂടെ ഇനിയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവും. അതായത് താൻ ഒരു മരുന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിന്റെ ബാക്കിയുള്ള കാര്യം ചെയ്തു തരാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗുഡ്. അവിടെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കാൻ നമ്മളിലെ ക്വാളിറ്റി കുറവ്, അതാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാര്യം എന്താണ്? നമ്മളെപ്പോഴും പറയാണ്ട് ആ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ഭയങ്കര സംഭവ വിജയം ഉണ്ടായി. ഇപ്പൊ ഞാനൊക്കെ ഒരു സ്ഥാപനത്തിൽ വലിയൊരു മെഡിക്കൽ എൻട്രൻസ് സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു. അന്ന് കേരള ലെവലിൽ തന്നെ ഫസ്റ്റ് വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് ആ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടാണ്. അല്ല, ആ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടാണ്. അതുമല്ല, ആ കുട്ടി തീരുമാനിച്ചുകൊണ്ടാണ്. അതാണ് യഥാർത്ഥ സത്യം. കാര്യം ഒരു സ്ഥാപനത്തിന്റെ മഹിമാവിലാസം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പരീക്ഷയിലും എല്ലാ സമയത്തും ഫുൾ A+ ഫുൾ സിസ്റ്റത്തിലും ഹൈപ്പറോപ്പ് ഒന്നേറെങ്കിലും എന്തുകൊണ്ട് ആ ഒരു കൊല്ലം മാത്രം വന്നു? 25 കൊല്ലമായി നടക്കുന്ന സ്ഥാപനം, 50 കൊല്ലമായി നിൽക്കുന്ന സ്ഥാപനം, 100 മാത്രം ഒരു പ്രധാന സ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ജന്മം കൊടുത്തത്? അതിന് ഉത്തരം ഒന്നു, ആ കുട്ടി അന്നേരത്തെ സമയം കൊണ്ട് തീരുമാനം കൊണ്ട് ഒത്തു വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിൽ ലീഡർ ഉഷാറായതുകൊണ്ടും നമ്മൾ ഉഷാറാവില്ല. നമ്മൾ ഉഷാറായാൽ മാത്രം നമ്മൾ സക്സസ് ആവും. നമ്മളെ ഉഷാറാക്കുന്ന പണി നേരത്തെ എടുക്കുക.
ഈ ബിസിനസ് എത്രയും നേരത്തെ അവനാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് തീരുമാനിക്കാത്ത കാലത്തോളം ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ സഞ്ചരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് സ്വന്തമായിട്ടും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിൽക്കുക. കാര്യം എന്താ, നമ്മളാരും ഈ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഈ പ്രപഞ്ചം തന്നെ ഞാൻ കഴിഞ്ഞ ഒരു എന്താ പറയാ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട് ഞാൻ ഓർക്കുകയാണ്. എന്താ പറയാ പരോപകാരം പ്രകടനം പ്രപഞ്ചം എന്ന് പറയുന്ന അഭിഷകലത്തിൽ ഈ പ്രപഞ്ചത്തിലെ പ്രയോപകാരികളാണ്. ആത്മസ്വരം കേട്ടൊരു കാതു കാതു സാന്തോക്തി യോധീർണ ജിഹ്വ ജിഹ സാധുക്കളെ താങ്ങിന ബാഹുബാഹു താരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി. ഈ ലോകത്ത് എല്ലാ നന്മകളും സംവദിക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥത്തിൽ മൂല്യമുള്ള ലീഡറായി മാറുന്നത്. പിബന്തിനദ്യേ സ്വയമേവ നാംഭ സ്വയം ന ഖാദിന്ത ഫലാനി വൃക്ഷ ന ആദന്തി സസ്യം സസ്യം ഖലുവാരിവാഹ പരോപകാരം വിഭൂതയ. പറയുന്ന വാക്കെന്നാന്ന് വെച്ചാൽ പിബന്തി നദ്യേ സ്വയമേവ നാംഭ. പിബന്തി നദ്യേ നദി ഒരിക്കലും പിബന്തി കുടിക്കുകയില്ല. സ്വയമേവ നാംഭ അംബ അമ്പു എന്ന് പറഞ്ഞ വെള്ളം, അംബുജം താമര എന്ന് പറയും. നാംബ എന്ന് പറഞ്ഞാൽ ആ വെള്ളം, നദി ഒരിക്കലും തന്റെ വെള്ളം കുടിക്കുന്നില്ല. സ്വയം ന കാദന്തി ഫലാനി വൃക്ഷ, വൃക്ഷം പോലും സ്വന്തം കായ്കൾ ഭക്ഷിക്കുന്നില്ല. ന ആദന്തി സസ്യം ഖലുവാരി വാഹ, ഒരിക്കലും നമ്മുടെ മേഘലോകത്തുള്ള ആൾക്കാർ പോലും അല്ലെങ്കിൽ മേഘങ്ങൾ, മേഘക്കീറുകൾ അവരാളെ മഴ വർഷിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ പൂക്കൾ കിളിർക്കുന്നതും പഴങ്ങൾ ഉണ്ടാക്കുന്നതും അവരും അത് തിന്നാൻ വരുന്നില്ല. അതൊക്കെ പ്രപഞ്ചത്തിന് അവർ ഒഴിവാക്കിക്കുക. ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിച്ചത് നമ്മളായി ഉണ്ടാകുന്ന നന്മകൾ മറ്റൊരാൾക്ക് കൊടുക്കാനാണ്. അവിടെ അവസാനം പറയുന്ന വാക്ക് പരോപകാരായ സദാം വിഭൂതയ. ഈ ഭൂമുഖത്തെ എല്ലാവരും തന്റെ സമ്പത്ത് മുഴുവനും മറ്റൊരുത്തനക്ക് വേണ്ടി ആര് സ്വരൂപിക്കുന്നുവോ അവരാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നന്മ നിറഞ്ഞ ആളുകൾ. യൂസുഫ് അലിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇത്രയാണ്: സാറേ, നിങ്ങളിപ്പോൾ ഏകദേശം 65,000 കോടിയായി. അപ്പൊ ആ സമയത്ത് ഇനിയും നിങ്ങൾ സമ്പാദ്യത്തിന് ഇറങ്ങണോ? ഇപ്പോഴും ഊർജ്ജസ്വലമായി 60-ന്റെയും 70-ന്റെയും നിറവിലൊക്കെ നിങ്ങൾ പറക്കാമല്ലോ. അദ്ദേഹം കൊടുത്ത മറുപടി: ഞാൻ കാരണം 10,000-കണക്കിന് കുടുംബം അന്തി ഉറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ചിന്താധാര നമുക്ക് ജന്മം കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ബിസിനസ്മാൻ ആകും? അതുകൊണ്ട് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക, ഞാൻ എന്റെ കുട്ടികൾ എന്നുള്ള പദത്തിൽ നിന്ന് ഐ എന്നതിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് മാറുക, വിയിലേക്ക് മാറുക. അതാണ് വി ആണ് വെൽനെസ്. ഐ എന്ന് പറഞ്ഞാൽ ഇൽനെസ് ആണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൽനെസ് ആൻഡ് വി സ്റ്റാൻഡ്സ് ഫോർ വെൽനെസ്. ആസ് ദ സ്പെല്ലിംഗ് മെൻഷൻ, സ്പെല്ലിംഗ് സൂചിപ്പിച്ച പോലെ തന്നെ ഞാനും എന്റെ കുടുംബവും എന്റെ ടീമും ആ അർത്ഥത്തിൽ പോയാൽ അത് ഇൽനെസ്സാ. നമ്മൾ വെൽനെസിന്റെ മഹാസാമ്രാജ്യം എന്ന് പറഞ്ഞിട്ട് എവിടെ വെൽനെസ് ഉള്ളത്? നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് വെൽനെസിന്റെ മേഖലയിൽ കടന്നു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ABC പറഞ്ഞത്. നിർബന്ധമായിട്ടും നമ്മൾ കൃത്യമായിട്ട് ഇടപെടുന്ന സമയത്ത് നന്നായിട്ടുള്ള ശ്രദ്ധകൾ നമ്മളിൽ ഉണ്ടാകുക. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മളിലേക്ക് ടീം എത്തിക്കുന്ന പ്രശ്നങ്ങൾ 100% നമ്മൾ പരിഹരിക്കാൻ നിൽക്കണ്ട. ചിലത് കേട്ടുകൊടുത്താൽ മതി. എന്താ കാരണം? അത് അന്നേരത്ത് തോന്നിയൊരു സാധനമായിരിക്കും. നമ്മൾ പറയാറുണ്ട്, 10 പേര് കഴിഞ്ഞ വ്യക്തിയോട് കടിഞ്ഞൂൽ പേര് വെച്ചവൻ എന്ത് ചെയ്യും? വലിയ വിശദീകരണങ്ങൾ കൊടുക്കും. അറിയാ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളാണെങ്കിൽ 10 എണ്ണം പെറ്റ് കെടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതേ ലെവലിൽ അതിനെ കേൾക്കണം. എങ്ങനെ കേൾക്കണം? അത് അവന്റെ 1-ാം പേരായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു 4-5 പേറുന്ന സമയത്ത് കുറെ പ്രശ്നം മനസ്സിലാക്കി പിന്നെ കേട്ടുകൊടുക്കുക. ഭൂമുഖത്തെ ഏറ്റവും നല്ല കാര്യമാണ് എന്ത്? കേൾവിക്കാരനായി മാറുക. അപ്പൊ ജസ്റ്റ് ലിസൺ. ആ പ്രശ്നം കാലം പരിഹരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള മൊഡ്യൂൾ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ലീഡേഴ്സ് ആണ്. നമ്മൾ ഏത് പ്രോബ്ലത്തിലേക്ക് ഇടപെടുമ്പോഴും പ്രശ്ന പരിഹാരങ്ങൾ നടത്തുമ്പോഴും കാര്യം നടത്തുമ്പോഴും സങ്കീർണതയാണ് വരുന്നതെങ്കിൽ അത് ലീഡർഷിപ്പ് അല്ല. കാര്യം നമ്മളെല്ലാവർക്കും മനസ്സിലായി, ലീഡർമാർ നിർബന്ധമായിട്ടും പ്രശ്നം പരിഹരിക്കേണ്ടവരാണ്. പക്ഷെ മൂല കാരണങ്ങൾ ഏറ്റവും വലിയ കാരണം അവിടെ തന്നെ സ്ഥായിയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മള് ആത്യന്തികമായിട്ട് അറിയാൻ വേണ്ടി ആ വ്യക്തി പല പൊട്ടത്തരങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിൽ ആ പൊട്ടത്തരങ്ങളുടെ യഥാർത്ഥ കാരണം തിരിച്ചറിയണമെങ്കിൽ അവനക്ക് ഇത് എവിടുന്ന് ജന്മം കൊണ്ടു എന്നുള്ളത് അറിയുന്ന ഒരാളിൽ നിന്നേ തിരിച്ചറിയാൻ പറ്റും. കൂടെ പെടുക്കുന്നവൻക്ക് രാപ്പനി അറിയുന്ന പറഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ലീഡർഷിപ്പിൽ എന്ത് കോംപ്ലിക്കേഷൻസ് വന്നാലും അതിന്റെ മൂല കാരണം പരിഹരിച്ചിരിക്കണം. മൂടില്ലാത്ത ബക്കറ്റ് കൊണ്ട് വെള്ളം കോരി എത്തൂലല്ലോ. അതുകൊണ്ട് അത് പരിഹൃതമാക്കി ചെയ്യണം. ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് സാന്ദർഭികമായി സാഹചര്യപരമായ ഉത്തരം ഉണ്ടാകും. അത് പരിഹരിക്കുന്നതോട് കൂടെ തന്നെ അതിന്റെ കാരണം എവിടുന്ന് വന്നു അതുകൂടി പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മളവരിലെ ഓട്ടടച്ചുകൊണ്ടേ നിൽക്കേണ്ടി വരും. പരിഹാരം നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ആക്ച്വലി നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, ഈ ബിസിനസ്സിനകത്ത് സ്ട്രഗിൾസ് ഉണ്ടാകും. അതൊക്കെ നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് മുന്നേറിയാൽ എന്താ കിട്ടാനുള്ളത്? ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വലിയ ലോകമുണ്ട് മൈഡിയസ് ഇതിനകത്ത് വരാൻ. ചിന്തിക്കാൻ പറ്റാത്തത്.
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ സിനാരിയോ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും ടോപ്പ് കമ്പനിയാകുന്ന മൈ ലൈഫ് സ്റ്റൈലിനെയും നല്ല ടീമാകുന്ന നിങ്ങളൊക്കെ ഓർഗനൈസേഷൻസ് ആണ്. ഇതിനകത്ത് ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്. ടൈറ്റൻസ് കിടക്കുന്നുണ്ട്, അതേപോലെ എന്തൊക്കെയോ എനിക്ക് പേരുകൾ ഫുൾ അറിയില്ല, ഈഗിൾസ് കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലിയോ ഇന്റർനാഷണൽ വെൽത്ത് വൈവ് ഇന്റർനാഷണൽ കിടക്കുന്നുണ്ട്, റിലയൻസ് അക്കാഡമി ഗ്ലോബൽ കിടക്കുന്നുണ്ട്, ടീം ടൈറ്റൻസ് കിടക്കുന്നുണ്ട്, ഒരുപാട് ടീംസ് കിടക്കുന്നുണ്ട്. എല്ലാവരും ഇതിന്റെ ഒരു വിജയകരമായ കാര്യത്തിനുള്ളതാണ്. പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പോകും. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പല ആൾക്കാരും വരും. ഞാൻ പോസിറ്റീവായി നിൽക്കണം എന്നുള്ളത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ ബിസിനസ്സിലെ മെയിൻ പ്രശ്നം എന്താ പറയുക, എന്നെ പോസിറ്റീവ് ആക്കേണ്ടതും എനർജൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ലീഡർക്കാന്ന് ആര് പറഞ്ഞു? എന്റെ ദേഹത്ത് ചളിയായാൽ കഴുകാനും കുടിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കല്ലാതെ എന്റെ നാട്ടുകാർക്കാണോ? എന്റെ ദേഹത്ത് ചളിയായിട്ടുണ്ടെങ്കിൽ കുളിക്കേണ്ട ആള് ഞാനാണ്. അതല്ലാതെ എന്റെ ദേഹത്ത് ചളി കണ്ടില്ല, എന്തുകൊണ്ട് രക്ഷിതാവ് കുളിപ്പിച്ചില്ല എത്ര സാധനം പറയരുത്. ഒരു കാലം വരെ നിങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെയല്ലേ? ഒരു 2 വയസ്സ് വരെ മുല കുടിക്കുന്ന പ്രായം വരെ കുട്ടിയെ കുളിപ്പിക്കാനും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ 10 വയസ്സിലും 20 വയസ്സിലും 30 വയസ്സിലും തന്റെ മോനെയും കുളിപ്പിക്കാൻ അമ്മയും വാപ്പിയും പറമ്പ് കയറി എന്താ ഉണ്ടായാലും പറ്റുമോ? ഇല്ല. പിന്നെ അവനാന്ന് നോക്കുക. ഇതേ ലെവലിൽ പറയാൻ പറ്റണം. അങ്ങനെ തന്നെ സ്കൂൾ ഫീഡിങ്ങിന്റെ സമയമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് കിടത്തി കുത്തി കയറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ എന്താ പറയാ സ്പൂണിലൊക്കെ മരുന്ന് കുത്തി കയറുന്ന പോലെ തന്നെ മലത്തി കിടത്തിയിട്ട് മരുന്നായാലും ഭക്ഷണമായാലും കുട്ടിയുടെ ചുണ്ടി തിരികെ അവിടെ സിമന്റ് വെച്ച് ഒട്ടിക്കും. അതേപോലെ കുട്ടിക്ക് 18-28 വയസ്സായ പറ്റുമോ? ഇല്ല. ഇതേപോലെ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ സ്പൂൺ ഫീഡിങ്ങിന്റെ ലോകത്താണോ അതല്ല ലീഡർ ആയിക്കണോ? അത് നമ്മൾ കണ്ണാടി നോക്കി ചോദിച്ചാൽ മതി. എന്നെ ഇപ്പോഴും വാരി കോരി തന്നാൽ മാത്രമേ ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നുള്ളൂ. അതല്ല ഞാൻ ഇപ്പോഴും എന്താ പറയാ GTSലേക്ക് വരണമെങ്കിൽ എന്റെ ലീഡർ വിളിച്ചിട്ട് തന്നെ വരണമെങ്കിൽ നമ്മളിപ്പോഴും പൈറ്റലാണ്, പറഞ്ഞിട്ടില്ല. 40 വയസ്സും 40, 50, 90 വയസ്സൊക്കെ ആയിട്ടുണ്ടാകും. അഷ്ടമിയും ഷഷ്ടിപൂർത്തിയും ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ ആഘോഷസ്വാമി ആയിട്ടുണ്ടാകും. പക്ഷെ നമ്മളെ നമ്മളുടെ വിജയമായിരിക്കും ഇതുകെട്ടായി നൽകും. നമുക്ക് ജയിക്കേണ്ടത്, ജയിച്ച് കാണിക്കേണ്ട വ്യക്തിയെ 2030 കാണിക്കണം എന്നുണ്ടെങ്കിൽ 2030 തീരുമാനത്തിലേക്ക് കാര്യമില്ല, 26 തീരുമാനിക്കും. എന്ത് സഹിക്കാൻ നമുക്ക് തുടങ്ങണം. നമ്മളെ കളിയാക്കിയ വ്യക്തിയെ ഒരുപക്ഷെ നമുക്ക് 2028 നമ്മളെ പരിഹസിച്ച നമ്മളെ തോൽവി കാത്തുനിന്ന വ്യക്തിയുടെ കുടുംബത്തിൽ കല്യാണം വരുന്നുണ്ടെങ്കിൽ അന്ന് ബൈക്കിൽ പോകുന്നത് ബെൻസൈറ്റ് പോകണം. BB ഫ്രം ബൈക്ക് ടു ബെൻസ്, എ വണ്ടർഫുൾ ജേർണി ഫ്രം B to B. അതായത് ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്കല്ല, ബൈക്കിൽ നിന്ന് ബെൻസിലേക്ക്. അങ്ങനെ ഒരു ബെൻസിന്റെ യാത്ര 2028 കല്യാണത്തിന് കയറി ചെല്ലുമ്പോഴാണ് അത് ചുട്ട മറുപടി, ദ സ്വീറ്റ് റിവെഞ്ച്. അതാണ് ഏറ്റവും നല്ല മധുര പ്രതികാരം. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കണ്ണി കണ്ടത് തട്ടിത്തറഞ്ഞ് നിൽക്കരുത്. ലക്ഷ്യസ്ഥാനം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പട്ടിയും പൂച്ചകളും ഒക്കെ ഓലിയിടും, പല കാക്കകൾ കരയുന്നുണ്ടാകും, പലതും ഉണ്ടാകും. പക്ഷെ നമ്മൾ ആരെങ്കിലും അത് നോക്കാറുണ്ടോ? നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തലല്ലേ ചെയ്യുക. ലൈക്ക് ദാറ്റ് പരിസരത്ത് ഒരുപാട് ഒച്ചപ്പാട് കാണും, നെവർ മൈൻഡ് ഇറ്റ്. അത് ഒന്നും ശ്രദ്ധിക്കരുത്. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കുക. അനാൾസോ നമ്മളെന്ന ലീഡർ കൃത്യമായിട്ടും വളരാനും ഉയരാനും നിൽക്കുക, അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെന്ന വ്യക്തികൾക്ക് മിക്കവാറും പറ്റുന്ന സാധനം എന്താ അറിയോ? വെറി സ്റ്റാർ വരെയുള്ള ലീഡർമാരെന്നെ വളരെ സ്നേഹിച്ചിരുന്നു സാറേ. ഞാൻ TC ആകുമ്പോൾ എനിക്ക് ആദരവിന്റെ പൊടിപൂരം ഉണ്ടായിരുന്നു സാറേ. ഞാൻ DTC ആയപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ZTC ആയപ്പോ എല്ലാ ആദരവും തീർന്നു സാറേ. ഞാൻ DTC ആയപ്പോ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി സാറേ. അത് എന്തുകൊണ്ടാണെന്നറിയോ? മിക്കവാറും വരാൻ സാധ്യത DTC ആയപ്പോ അദ്ദേഹം ക്ലാസ് കൊടുത്തത് പ്ലാൻ അറിയാത്ത വെറി സ്റ്റാറിനും സിസ്റ്റം അറിയാത്ത ഡബിൾ സ്റ്റാറിനും ഒക്കെയാണ്. പിന്നെ അവര് പ്ലാനും പഠിച്ചു, ഇൻകം പഠിച്ചു, മറ്റേതും പഠിച്ചു, സർവ്വതും പഠിച്ചു. അങ്ങനെ നമ്മളെ പോക്കറ്റ് കാലിയായി. പിന്നെ എന്തായി? എല്ലാം വെടി തീർന്നു മോനെ ദിനേശ, അവിടേക്ക് എത്തി. അടുത്ത വെടി റീലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചില്ല. അവിടുന്ന് നമ്മൾ എഡ്യൂക്കേഷനലി സ്കില്ല്, നമ്മളുടെ ബോധതലം, നമ്മളുടെ ഡ്രീം, നമ്മുടെ കപ്പാസിറ്റി, നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നമ്മുടെ കോർഡിനേഷൻ കപ്പാസിറ്റി, ഇത് കൂട്ടാൻ നമ്മൾ ശ്രമിച്ചില്ല. അപ്പൊ ആ നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലീഡർ അയക്കണമെന്ന്. അതുകൊണ്ട് ലീഡർ വളരണം. അല്ലെങ്കിൽ വളർത്താൻ പറ്റിയ സ്ഥലത്ത് ലീഡർ പോയി കുളി കൊടുക്കണം. എടാ ഞാൻ ഈ ഭാഗത്തിന് ചെയ്തു, ഇനി ഈ ഭാഗം എനിക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അപ്പൊ നല്ല സെറ്റ് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ ഇവിടുന്നും കൂടി എന്ത് ചെയ്യും, കുറച്ച് സാധനം എടുത്തുകാണ്ട് വളരാൻ ശ്രമിക്കുക. അതല്ലാതെ ഞാൻ തന്നെ അല്ല, എനിക്ക് എല്ലാം ഞാൻ തന്നെ, നീ മേലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, കാരണം അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടാനില്ല, അങ്ങനെ ആക്കരുത്. കൊടുക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ 100% വർത്തം നിൽക്കില്ല. ഏതുപോലെ നമ്മുടെ താഴെയുള്ള ലീഡർമാര് 100% തന്റെ ടീമിനെ കൃത്യമായി നോക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കാൻ വിട്. അവരെ വിഷനും മിഷനും ആക്ഷനും ഒക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ വളർത്താൻ വിട്. അവരെ നമ്മൾ ഇടപെട്ടിട്ടാണ് എന്ത് ലോക്ക് ചെയ്ത് അവരത് താനെ ചെയ്ത് വരും. അവരുടെ ട്രാക്ടറോട് നോക്കുക. ട്രാക്ടറോട് നോക്കിയ ക്യാരക്ടർ അയാൾ ചെയ്യുന്ന ലീഡറാണെങ്കിൽ പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അയാളെ തിരുത്താൻ നമ്മൾ പണ്ട് ജഗതി പോലെ തന്നെ നവരസങ്ങളിൽ എന്റെ സ്പെഷ്യൽ രസം എന്ന് പറഞ്ഞാൽ വേറെ രസം കേട്ടാൻ നിൽക്കരുത്, ഏരിയതൊക്കെ പാടില്ലാണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പീപ്പിൾ ബിൽഡിംഗ് ലീഡർഷിപ്പ് ആണ്. ലീഡറായ രാജാവ്
ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രി VD സതീശനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാ? ജനനായകൻ തിരിച്ചു വന്നു. കുത്തിത്തിരിപ്പുകൾ പലതും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹം ഈ ഭൂമുഖത്ത് ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിന് തന്നെ ആ സ്ഥലം കസേര തിരിച്ചു വരും. ലൈക്ക് ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ടീമിന് ഓർക്ക് 1ലും 2ലും വളരെ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തോ, കസേരകൾ നിങ്ങൾക്ക് തിരിച്ചു വരും. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു വരും. പക്ഷേ 100% ഉറപ്പ് വേണം. ആ കസേരക്ക് തോന്നണം ഞാൻ അവന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടതാണ്, എന്നിൽ ഇരിക്കാൻ അവൻ തന്നെ യോഗ്യനെന്ന് കസേരക്ക് തോന്നണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ വർക്കിംഗ് പാറ്റേൺ അത്രയും സെറ്റ് ആയിരിക്കണം. അതുകൊണ്ട് 100% മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൽ കൃത്യമായിട്ട് എനർജി, ലോ ഓഫ് എനർജി ഉള്ളതാണ്. അതിനാൽ തന്നെ നന്മകൾക്ക് നന്മ റിട്ടേൺ, തിന്മകൾക്ക് തിന്മ റിട്ടേൺ വരും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നന്മക്കായിട്ട് മാറുക. എനർജി പോലും പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യാനാകുക, നന്മ തിരിച്ചു വരും. ഫൈനലി 2 കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ മൈഡിയേഴ്സ് നമുക്കൊക്കെ അഭിമാനവും രോമാഞ്ചവുമാണ്. കാര്യം ഇന്ന് ഉൽപ്പന്നങ്ങൾ പുതുതായിട്ട് നമ്മൾ കണ്ടു. ഹലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ബ്യൂട്ടി കെയർ ഡിപ്പാർട്ട്മെന്റിൽ കമ്പനി പറഞ്ഞത് 1000 ഉൽപ്പന്നങ്ങളാണ്. ഈ 1000 ഉൽപ്പന്നം വന്നാൽ നമ്മുടെ ഇന്നുള്ള ടീം തന്നെ ധാരാളമാണ് സീലിംഗ് അടിച്ചു പോകാൻ. ഇന്നൊരു സൂപ്പർ മാർക്കറ്റിലെ ഉൽപ്പന്നത്തിന്റെ ഐറ്റം എണ്ണിയാൽ ഒരിക്കലും അത് 100 200 ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് ഈ 10-500 സാധനം നമ്മൾ അടുക്കളയിൽ എണ്ണി നോക്ക്. വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ടാണ് നിങ്ങളെ പെരന്റെ അകത്തുള്ള വസ്തു എഴുതിയേക്ക്. ഞാൻ പറയുന്നത് 100ന്റെ അപ്പുറത്ത് ഐറ്റംസ് പെരന്റെ അകത്ത് ഉണ്ടാവില്ല. കാരണം കട്ടിലിൽ എഴുതിയ ഐറ്റംസ് ഒന്നാണ്, വാതിലിൽ എഴുതിയ ഐറ്റംസ് ഒന്നാണ്, അതേ സമയത്ത് തന്നെ പ്ലേറ്റ് ഐറ്റംസ് ഒന്നാണ്, ഗ്ലാസ് ഐറ്റംസ് അത് ഡിഫറെന്റ് ആണല്ലോ. മൈലൈഫിൽ അങ്ങനെ തന്നെ അല്ലേ? സോപ്പ് എഴുതിയ 4 ഐറ്റംസ് സോപ്പില്ലേ? അതേപോലെ എല്ലാ സാധനം ഡിഫറെന്റ് ആയ ഐറ്റംസ് ഇല്ലേ? അങ്ങനെ മൈലൈഫിൽ പറയുന്നത് 1000 ഉൽപ്പന്നം വരുന്നതാണെങ്കിൽ ഉള്ള ടീം തന്നെ ധാരാളമല്ലേ സീലിംഗ് അടിക്കാൻ. അതുകൊണ്ട് യഥാർത്ഥ ബിസിനസ് തുടങ്ങിയിട്ടില്ല. ഏതോ ട്രെയിലർ ഹേ പിക്ചർ അബി ബാക്കി എന്ന് പറഞ്ഞ പോലെയാണ്. സീരിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? നല്ല ക്വാളിറ്റിയിലേക്ക് സെറ്റ് ആകും, നല്ല മൈൻഡ് സെറ്റിലേക്ക്, വിശാലമായ ഹൃദയത്തിലേക്ക്. ഞാൻ കാരണം എല്ലാവരും ജയിക്കട്ടെ, എന്റെ വിജയത്തിനകത്ത് വല്ല വിജയവും കാരണോ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ എന്റെ ഗുരുക്കന്മാരോട് കാണിച്ച സ്നേഹം, രണ്ടാമതൊന്ന് ഈ ലോകത്ത് മാതാപിതാ ഗുരു ദൈവം അതിനായി ജീവൻ കൊടുത്തതുകൊണ്ട് കിട്ടിയ സ്നേഹമുണ്ട്. കാര്യം എന്റെ വിദ്യാർത്ഥികൾക്കും എന്റെ അധ്യാപകർക്കും എന്റെ പരിസര സമൂഹത്തിനും പ്രാർത്ഥിക്കാത്ത ഒരു ദിനം പോലും ഇന്നേ എനിക്ക് കഴിയുന്നില്ല. അത് ഒരു ദിനത്തിൽ ഒരു പ്രാവശ്യമല്ല. ഞാൻ പ്രാർത്ഥനക്കായി ഏതക്ഷരം ഉച്ചരിച്ചാലും ആദ്യത്തെ വരികളിൽ ഈ പ്രാർത്ഥന തീർന്നതിന് ശേഷം ഗ്രേറ്റ്ഫുൾ ആയ മൈൻഡായിട്ട് അവർക്ക് താങ്ക്സ് പറഞ്ഞിട്ടല്ലാതെ ഇന്നേ വരെ എന്റെ പേഴ്സണൽ കാര്യത്തിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്താ കാരണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മാതാവ്, പിതാവ്, ഗുരുക്കന്മാർ. ഈ ഗുരുക്കന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു, താഴെയും മേഖലയും ഗുരുക്കന്മാരാണ്. എല്ലാ സർവ്വചരാചരങ്ങളും നമ്മളെ ഗുരുക്കന്മാരാണ്. ആ സത്യത്തെ തിരിച്ചറിയണം. ഒരിക്കലും ഞാൻ എന്റെ എന്താ പറയാ ഒരു ക്ലാസ്സില്, ഒരു ആത്മീയമായ ക്ലാസ്സില് നമ്മുടെ ഞാൻ പറഞ്ഞത് ഏതൊരു ഇലയിൽ നിന്ന് പുറത്തു വന്ന ഓക്സിജനാ ഞാനെന്ന് ശ്വസിച്ചപ്പോൾ ആ ഓക്സിജന്റെ മൂല്യം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓക്സിജൻ കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം? വെന്റിലേറ്ററിൽ കിടന്നിട്ട് ആ ഓക്സിജന് വേണ്ടി ബില്ലടക്കണം. അപ്പോഴാണ് ആ ഇല പുറത്തോട്ട് വിട്ട ഓക്സിജൻ എനിക്ക് എത്രമാത്രം സഹായകമായിരുന്നു. ആ ഇലയെ നുള്ളി നോവിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ജീവനെ കൊല്ലുകയാണെന്ന ബോധത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടോ ഇല്ലേ? ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ സർവ്വചരാചരങ്ങൾ നമ്മൾ ഗുരുക്കന്മാരാണ്. ആ അർത്ഥത്തിൽ നമ്മൾ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നുണ്ടോ? ആ അർത്ഥത്തിൽ സർവ്വതിനെയും നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ട് കാണുന്നുണ്ടോ? ആ കാഴ്ചയിൽ നിന്നാണ് നമ്മുടെ ജന്മം വിജയം കൊള്ളുന്നത്. സോ സീരിയസ്ലി ആ ഒരു അർത്ഥത്തിലേക്ക് നിങ്ങൾ വരിക. 3-4 ക്വാളിറ്റികളും കപ്പാസിറ്റികളും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കണം. ഒന്നാമത്തത് ലീഡർഷിപ്പ് കപ്പാസിറ്റി കൂട്ടുക. രണ്ടാമത്തത് മാർക്കറ്റിംഗ് എബിലിറ്റി കൂട്ടുക. മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ ഡ്രീമിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ വിഷൻ മിഷൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ സക്സസിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. സ്വയം മാർക്കറ്റ് ചെയ്യും. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നാ പറഞ്ഞത്. ഇത് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ എങ്ങനെയാ നടക്കുക? നല്ല കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും നല്ല ലീഡർമാരും ഉണ്ടായിട്ട് കാര്യമില്ല. അത് തൊള്ളൊന്നും പറയണ്ടേ? ഇപ്പൊ രാഷ്ട്രീയത്തിൽ എന്താ ചെയ്യുന്നത്? അവര് മാർക്കറ്റ് ചെയ്തതല്ലേ, ഞങ്ങളെ ലീഡർ ഇന്നതാണ്, ഞങ്ങളെ പ്രസ്ഥാനം ഇന്നതാണ്, ഞങ്ങൾ ചെയ്യാൻ പോണത് ഇന്നതാണ്, വാരിക്കോയി പറയാണ്, തൊണ്ട തൊടാതെ പറയാണ്. മാർക്കറ്റ് ചെയ്യും. ലീഡർഷിപ്പ് കപ്പാസിറ്റി മാർക്കറ്റിംഗ്. രണ്ടാമതൊന്ന് നമ്മുടെ ക്രൈസിസ് മാനേജ്മെന്റ്. പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന സിസ്റ്റം പഠിക്കണം. പ്രശ്നങ്ങൾ കടന്നു വരും, സോൾവ് ചെയ്യാൻ പഠിക്കണം. നമ്മളിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കണം. നമ്മളിൽ നിന്ന് പ്രശ്നം മേലേക്ക് വിട്ടാൽ അത് പ്രതിസന്ധിയാണ്. അതേ സമയത്ത് ഒരാൾ ഒതുക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ഒതുക്കാൻ സഹായിച്ചു കൊടുക്കണം. അതിനെ കൂടുതൽ വൾണറബിൾ ആക്കാൻ ശ്രമിക്കരുത്. കാര്യം എന്താണ്? നമ്മൾ എപ്പോഴും തിരിച്ചറിയാനുള്ള ഒരു സത്യമുണ്ട്, എല്ലാവർക്കും കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷെ മൈൻഡ് സെറ്റ് ആണല്ലോ എല്ലാം. സോ ആക്ച്വലി നമ്മൾ തിരിച്ചറിയുന്നത് നിർബന്ധമായിട്ടും പരസ്പര സഹായം ചെയ്ത് പരോപകാരത്തിന്റെ മൈൻഡ് സെറ്റിൽ നമ്മൾ പോവുക. ഫൈനലി ഒന്നോ പറഞ്ഞ് നിർത്തുകയാണ്, പ്രോഗ്രാം പ്രൊമോഷൻ. ഈ ബിസിനസിന്റെ സക്സസ് വന്നു,
ആ GTS കളെ നമുക്കറിയാൻ പറ്റും. നല്ല AC കമ്പാർട്ട്മെന്റിൽ അടിസുന്ദരമായിട്ട് നമ്മുടെ മലപ്പുറത്ത് GTS നടന്നു പങ്കെടുത്ത ആളുകൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമിൽ കടന്നു വരുന്നുണ്ട്. പ്രൊഡക്റ്റ് ട്രെയിനിങ് കടന്നു വരുന്നുണ്ട്. അതിഗംഭീരമായ വെൽനസ് ട്രെയിനിങ് കടന്നു വരുന്നുണ്ട്. പലതും ഉണ്ട്. ഈ പ്രോഗ്രാമിലെ സാന്നിധ്യം നമ്മളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ സക്സസ് ആയി മാറുന്നുണ്ടാകും. ആൻഡ് ആൾസോ നമ്മളെന്ന വ്യക്തി ഡെയിലി ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുക. താടി വളരുന്നുണ്ട്, മുടി വളരുന്നുണ്ട്, വയസ്സ് വളരുന്നുണ്ട്. ഇതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി വളരുന്നുണ്ടോ എന്ന് എന്നും ഉറപ്പുവരുത്തുക. കഴിഞ്ഞ ഷുഹൈബ് സാർ പറഞ്ഞൊരു വരി ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നുവോ അത് നമ്മളെ നമ്മളാക്കി മാറ്റുന്നുണ്ടാകും. അതുകൊണ്ട് സാഹചര്യത്തെ മാറ്റാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ എന്ത് പറയരുത്, സാറേ ഞാൻ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചപ്പോൾ, ഞാൻ ഇവരെ കൂട്ടത്തിൽ ജീവിച്ചപ്പോൾ, അങ്ങനെയാവരുത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ബാഹുബലിയെ പോലെ മല കയറാനും കൊമ്പുമൊന്ന് ചാടാനും ഒക്കെ പറ്റും. അങ്ങനെ നമ്മൾ ഒരു അമരേന്ദ്ര ബാഹുബലിയായിട്ട് മാറുന്നുണ്ടാവും. കാരണം നമ്മുടെ കപ്പാസിറ്റി അത്രയും അങ്ങനെയാണ്. ആന കപ്പാസിറ്റി ഉണ്ടാകും, കുതിരയുടെ വേഗത ഉണ്ടാകും, പുലിയുടെ ഷാർപ്നെസ് ഒക്കെ ഉണ്ടാകും. കാരണം കാട്ടിലാണ് ജീവിച്ചത്. എന്നാൽ നാട്ടിൽ ജീവിച്ചാലോ നാടിന്റെ ഗുണം ഉണ്ടാകും. അങ്ങാടിയിൽ ജീവിച്ചാലോ നമ്മളെല്ലാത്തിനും സ്വിഗ്ഗി സൊമാറ്റോ ആയിരിക്കും, കുക്കിംഗ് നിർത്തും. ഗ്രാമത്തിലാവുമ്പോഴോ എല്ലാം കുക്കിംഗ് ആയിരിക്കും, സ്വിഗ്ഗി സൊമാറ്റോ കുറയും. നമ്മൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നവോ അത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദാറ്റ് നമ്മൾ ജീവിക്കുന്നത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ നെഗറ്റീവിന്റെ ഇതിഹാസമായിട്ട് മാറും. നേരെ മറ്റു പോസിറ്റീവ് സപ്ലൈ ചെയ്യുന്ന സാധനം. അതാണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കവി പറഞ്ഞത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് സൗരഭ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആരെ കൂടെ നിൽക്കുന്നു ഇത് പ്രധാനമാണ്. ചിലതൊക്കെ ഇട്ടെറിഞ്ഞു പോയാലേ വിജയിക്കുള്ളൂ. ഒരിക്കലും ഞാൻ ആനപ്പുറത്ത് അങ്ങാടി കൂടെ ആയ വിജയിക്കണം അങ്ങനെ പറ്റൂല. ഇതിന്റെ സെക്രട്ടറി ആവണം, പ്രസിഡന്റ് ആവണം, അതാണ് ഇതാണ്. ഞാൻ ഈ കമ്പനിയിൽ വന്നപ്പോൾ ആദ്യം 10ഓളം രാജിക്കത്ത് കൊടുത്തിട്ട് തുടങ്ങിയ മനുഷ്യനാണ്. നമ്മുടെ പ്രശ്നം എന്താണ്? ഞാൻ ഇതിന്നും പൈസ ഉണ്ടാക്കും, ഇതിന്നും പൈസ ഉണ്ടാക്കും, ഇതിന്നും മറ്റിന്നും എല്ലാത്തിനും കൂടെ വാരി കുറച്ച് മൈ ലൈഫിലെ ഡയമണ്ടും ആകുന്നു പറയും. നടക്കൂല. ചിലതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ. മാരിനീർ തുള്ളിക്ക് ചിപ്പിയുൾ പോകാതെ മാമ്പഴും തൂമുത്തായി തീരുവാനും മാന്യരത്നാർഹമാ മന്നവൻ തിരു മാരിലണവാനും ആവതാനും എന്ന് കവി ചോദിക്കുന്നത്, മാരിനീർ തുള്ളിക്ക്, മഴയുടെ തുള്ളിക്ക് ചിപ്പിയുൾ പോകാതെ, ചിപ്പിന്റെ ഉള്ളിക്ക് പോകാതെ മാമ്പഴും തൂമുത്തായി തീരുവാനും, അതിന് തൂമുത്തായി തീരാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് മാന്യ രത്നാർഹമാ മന്നവൻ തിരു മാരിലണവാനും ആവതാനോ. രാജാവ് പോലും ആ മഴത്തുള്ളിയെ ആ രാജ്യം ഭരിക്കുന്ന, ലോകം ഭരിക്കുന്ന രാജപ്രമുഖന്റെ കൊട്ടാരത്തിലെ രാജാവിന്റെ നെഞ്ചത്ത് ഇരിപ്പിടത്തിലേക്ക് മഴത്തുള്ളി എത്തുകയാണ് ചിപ്പിന്റെ ഉള്ളിക്ക് വരുമ്പോ. അപ്പൊ ചിപ്പി ആയാലേ പറ്റുള്ളൂ. ആ ചിപ്പിക്കകത്ത് വെള്ളം പോയാലേ അത് മുത്താവുള്ളൂ. ഇത് പ്രപഞ്ചത്തിന്റെ നിയതിയാണ്. ലൈക്ക് ദാറ്റ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നിർബന്ധമാണ്. ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേ പറ്റൂ. അതിലെ ചില സ്വഭാവം നമ്മൾ വലിച്ചെറിയേണ്ടി വരും. അതേപോലെ ചില ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ചില ക്ഷമാശീലങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും. അങ്ങനെ നമ്മളാക്കുന്നതാണ് ഈ ബിസിനസ്. BV താനേ വന്നോളും. ഒരിക്കലും മനസ്സിലാക്കരുത്, BV ബിൽഡിംഗ് അല്ല ഈ ബിസിനസ്. നമ്മളാക്കുന്നതാണ്. നമ്മുടെ ക്വാളിറ്റി ഫ്രീക്വൻസി മാറുമ്പോൾ നമ്മുടെ BV ബിൽഡ് ചെയ്യുന്നുണ്ടാകും, സക്സസ് വരുന്നുണ്ടാകും. സോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താണ് മൈ ഡിയേഴ്സ്. വലിയ വിജയം നിങ്ങൾക്കൊക്കെ വരാനുണ്ട്. നിങ്ങളെ വിജയത്തിൽ ഞാനും സന്തോഷിക്കുന്നു. നമ്മുടെ വിജയത്തിൽ പരസ്പരം എല്ലാവരും സന്തോഷിക്കുക. കാര്യം എന്താണ്? നമ്മളൊക്കെ ഒന്നാണ്. ആ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന പോലെ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. കാര്യം എന്താ? നമ്മളൊക്കെ എവിടേക്കോ വന്നതാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളാരും അധിവസിച്ച വീട് 100 കൊല്ലം മുമ്പ് നമ്മളല്ല താമസിച്ചത് അവിടെ. ഇനി 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ വീടും നമ്മളെ നാടും നമ്മളതും അല്ല, അത് നമ്മളുടെ അല്ല. നമ്മള് ആ അർത്ഥത്തിൽ നമ്മളൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളായി വന്നവരാ. ഒരേ തറവാട്ടിൽ നിന്ന് വന്ന ഒരേ തറവാട്ടിലേക്ക് പോകാനുള്ളതാ. ഒരച്ഛനമ്മക്ക് പിറന്ന മക്കൾ ഓർത്താലിരട്ട തറവാട്ടുകാർ നാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത് മനുഷ്യവർഗം എന്ന് കാവ്യപ്രമുഖൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ വാക്കിനെ നമ്മൾ ചെറുതായി കാണുന്നു. ഒരച്ഛനമ്മക്ക് പിറന്ന മക്കൾ, നമ്മളൊക്കെ ഒന്നാണ്. ആ ബോധ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നന്മുന്തിരിക്കൊത്ത് മനുഷ്യവർഗം, ഒരു മുന്തിരിക്കരയിലെ മുന്തിരി എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ മനുഷ്യന്മാരെ ഒത്തുചേർന്ന് നിന്നാലേ ഇവിടെ മനുഷ്യരാശിയുള്ളൂ, സ്നേഹമുള്ളൂ. അതാണ് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം എന്ന് നമ്മുടെ കുമാരനാശാൻ പറഞ്ഞത്. സ്നേഹമാണ് എല്ലാം. ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ സ്നേഹം കടന്നു വരുമ്പോൾ വിജയം കടന്നു വരും. എവിടെയാണോ സ്നേഹമുള്ളത് അവിടെ ഒരുമയുണ്ട്. എവിടെയാണ് ഒരുമയുള്ളത് അവിടെ വിജയമുണ്ട്. എവിടെയാണ് വിജയമുള്ളത് അവിടെ ഒരുമയും സ്നേഹമുണ്ട്. അതുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ ശിഖരങ്ങളിലേക്ക് പാറിപ്പറന്നു പോകുന്ന പറവകളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷുവിന്റെ ലോകം, നമ്മുടെ വിഷു ആശംസകൾ കഴിഞ്ഞപ്പോൾ നമ്മോട് പറഞ്ഞത് വിഷു സംശുദ്ധവൽക്കരിച്ചതാണ്. എന്താണ് സംശുദ്ധവൽക്കരിച്ചത്? നമ്മളെ നാടും നഗരവും ശുദ്ധീകരിച്ചത് സത്യം പറഞ്ഞാൽ കംസൻ എന്ന് പറയുന്ന ക്രൂര പ്രയാസങ്ങൾ അവസാനിപ്പിച്ചു. നമുക്കൊക്കെ അതിന്റെ കഥകൾ അറിയാവുന്ന സത്യഭാമയും വിഷ്ണുദേവനും ഗരുഡന്മാരുടെ ഗരുഡന്റെ പുറത്ത് കടന്നു വന്ന് അവിടെ നടത്തിയ വലിയ നിഷ്കാസനങ്ങളും സംശുദ്ധികളും നമുക്കറിയാൻ പറ്റും. ആ ഓർമ്മകൾക്ക് വേണ്ടി പരിസരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് പരിശുദ്ധവൽക്കരിക്കുന്നുണ്ട്. ആ സ്ഥല പരിശുദ്ധി നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിനകത്തുള്ള ഈഗോകളും ടെൻഷനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നല്ല നാള് വരാനുണ്ട് എന്ന് ഹൃദയമാണ് ശുദ്ധീകരിക്കേണ്ടത് വിഷുവിന്. ആ സത്യ ചെയ്ത ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ലീഡർമാരെല്ലാവരും കൂടെയുണ്ട്. എല്ലാവരും ടോപ്പാണ്. ഡൗൺലൈനും അപ്ലൈൻസും ടോപ്പാണ്. ടീമും ടോപ്പാണ്.
ഈ ലോകത്ത് ആരും അക്രമിയില്ല. എല്ലാവർക്കുള്ളിലും ആ ദൈവാംശമുണ്ട്. അത് ഉണരട്ടെ, വളരട്ടെ, ഉയരട്ടെ, പറക്കട്ടെ, ജ്വലിക്കട്ടെ, എല്ലാം പൂത്ത് വിളഞ്ഞു നിൽക്കട്ടെ. എല്ലാവർക്കും നന്ദി. ശുഭം. നന്നായി വരട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ലീഡർ ഇസ്മായിൽ ജി. നമുക്കറിയാം, വളരെ വിലപ്പെട്ട, ഇന്ന് നമ്മൾ കേൾക്കേണ്ട, എന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട, ഏതൊരു മനുഷ്യന്റെയും ഒരുപക്ഷെ സ്പിരിച്വൽ മേഖലയിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന ഇൻഡസ്ട്രി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന്റെ ഒരു വ്യക്തമായിരിക്കുന്ന ഒരു അറിവുകളാണ്. നമുക്കറിയാം, ഒരു അറിവിന്റെ സമുദ്രം എന്നൊക്കെ പറയുന്ന പോലെ അനായാസം സംസാരിക്കാനും നമുക്ക് അത് നമ്മളെ മനാന്തരങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഒരു നല്ല ഒരു മോർണിംഗ് സെഷനായിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയത്. എല്ലാവർക്കും നല്ല രീതിയിൽ ഈ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് അതിൽ പറഞ്ഞ കണ്ടന്റ് മനസ്സിലാക്കി തൻ്റെ ടീമുമായി മുന്നോട്ട് കുതിക്കുവാനും അതിലൂടെ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സദാ വർഷിക്കുവാനും ദൈവം നമ്മളെ കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്മാജിയുടെ ഓരോ വാക്കുകളും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് നമുക്കിവിടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.